ഇനി തുടങ്ങിക്കോ. റെക്കോർഡഡ് ആയി. Good morning. മോർണിംഗ് മാം. Good morning, ma'am. Good morning, ma'am. ഗുഡ് മോർണിംഗ് മാം. Morning. Good morning, ma'am. Good morning. Okay, we can start. Who is ready to do prayer? I'm ready, ma'am. There shall be showers of blessing. This is the promise of love. There shall be seasons refreshing, sent from the Savior above. Showers of blessing, showers of blessing we need. Mercy drops round us are falling, but for the showers we plead. Mercy drops round us are falling, but for the showers we plead. But for the showers we plead. Thank you, ma'am. Okay, what's next? Please. Ma'am Sani. Good morning, ma'am, and my dear friends. I am Jerusha. Today is 26th June 2025, a special day known as National Handshake Day. This day reminds us of the power of a simple handshake, a symbol of friendship, respect, and trust. Whether it's meeting someone new or showing support to a friend, a handshake can speak louder than words. Let us use today to greet others with kindness, building good friendships, and spread positivity all around us with or without a handshake. Wishing everyone a joyful and friendly day ahead. Thank you. Okay, anything else? തോട്ട് ഞാനാണ് മാം. അനു. Never give up on what you really want to do. The person with the big dreams is more powerful than the one with all the cards. നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഒരിക്കലും ഉപേക്ഷിക്കരുത്. വലിയ സ്വപ്നങ്ങളുള്ള വ്യക്തി എല്ലാ വസ്തുക്കളും ഉള്ളയാളേക്കാൾ ശക്തനാണ്. താങ്ക് യു ഓൾ. ഹാവ് എ ഗ്രേറ്റ് ഡേ. Okay. Okay, so where were we? നമ്മൾ എവിടെ വരെയായി? ഇനി ലോ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ് മാം. So that is part 3, unit 3, law of natural development. അല്ലേ? യെസ് മാം. ഒന്ന് ഷെയർ ചെയ്യാം. ബിഫോർ ദാറ്റ് മോസ്റ്റ് പ്രോബ്ലി ഞാൻ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ലീവ് ആവുമ്പോൾ നമുക്ക് ക്ലാസ് പോകുന്നുണ്ട്. അതുപോലെ തന്നെ എനിക്ക് പകരം ആ വീക്ക് തന്നെ ചിലപ്പം എടുക്കാനോ നെക്സ്റ്റ് വീക്കിൽ എക്സ്ട്രാ എടുക്കാനോ പറ്റാറില്ല. സോ ഞാൻ അതൊരു നൈറ്റ് സെഷൻ വെച്ചാൽ നിങ്ങൾക്ക് ഒക്കെ ആയിരിക്കും. 8 to 9 or 7 to 8 ഒക്കെ ആയിരിക്കുമോ? സ്കൂള് തുറക്കുന്നവരെയൊന്നും പ്രശ്നമൊന്നുമില്ല. സ്കൂള് തുറന്നു കഴിയുമ്പോൾ പല പല കാര്യങ്ങളും മീറ്റിംഗ്സും അങ്ങനെ ഇങ്ങനെയൊക്കെ പലതിനും ക്ലാസ് എടുക്കാനൊക്കെ പോകേണ്ടി വരും. അതാണ് ഈ പ്രോബ്ലം വരുന്നത്. പിന്നെ സം ടൈംസ് ചിലപ്പോൾ നമ്മള് ഒരേ ടോപ്പിക് പോകുന്ന ബാച്ചസ് തമ്മിലൊന്ന് കമ്പൈൻ ചെയ്യും. ഓൺലൈൻ ആയതുകൊണ്ട് ദാറ്റ് വോണ്ട് അഫക്ട് യു മച്ച്. കമ്പൈൻ ചെയ്യും. അതും ഓക്കെയാണോ? ലൈക്ക് നമ്മളുടെ ഒരു കോപ്പറേഷൻ, റെസിപ്രോക്കൽ ഹെൽപ്പ് എല്ലാം ആണല്ലോ, ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ആണല്ലോ. കഴിഞ്ഞ 6 and 7 അങ്ങനെ കമ്പൈൻ ചെയ്ത് ഞാൻ എക്സ്ട്രാ സെഷൻസ് എടുക്കുക ചെയ്തു. സോ അതുപോലെ അങ്ങനെ ആകുമ്പോൾ നമുക്ക് സ്മൂത്ത് ആയിട്ട് പോകും. അല്ലെങ്കിൽ ക്ലാസ് ഇങ്ങനെ ആ ടോപ്പിക് ഇങ്ങനെ ഡിലേ ആയി പോകും. ബാക്കി ടോപ്പിക്സ് ടീച്ചേഴ്സ് എടുക്കുമ്പോൾ നിങ്ങൾക്ക്
കണക്ട് ചെയ്യാനായിട്ട് ചിലപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ട് വരും. കാരണം നമ്മൾ കോർ ടോപ്പിക്സ് ആണ് എടുക്കുന്നത്. അപ്പൊ അതെന്ന് പറഞ്ഞാൽ മോണ്ടിസോറി മെത്തേഡും കാര്യങ്ങളും എല്ലാം വരുന്നതാ. അപ്പൊ അങ്ങനെ അതും മറ്റു ടോപ്പിക്സിന്റെ കൂടെ അത് ഒരുമിച്ച് ഇങ്ങനെ മേർജ് ചെയ്ത് പോകുമ്പോഴാണ് നമുക്കത് കറക്റ്റ് ഉള്ളിലേക്ക് വരുള്ളൂ. ദെൻ വൺ മോർ തിങ്, നമ്മൾ പാർട്ട് 1 പാർട്ട് 2 കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ടേം എക്സാം ഉണ്ടാകും, ഒരു 50 ക്വസ്റ്റ്യൻസ്. 3-4 പാർട്ട് 3 and 4 കഴിയുമ്പോൾ എഗെയിൻ ഒരു 50 ക്വസ്റ്റ്യൻസ് ടേം എക്സാമിനേഷൻ ഉണ്ടാകും. പാർട്ട് 1 and 2 ടേം എക്സാമിനേഷനിലെ 50 ക്വസ്റ്റ്യൻസ് പറഞ്ഞാൽ 40 ഫ്രം പാർട്ട് 1 and 2 and 10 ക്വസ്റ്റ്യൻസ് ഫ്രം ഇംഗ്ലീഷ് മൊഡ്യൂൾ 2. സെയിം തന്നെയായിരിക്കും, സെയിം പാറ്റേൺ തന്നെയായിരിക്കും. 3 and 4 ടേം 2 എക്സാം നടത്തുമ്പോൾ 40 ഫ്രം 3 and 4 and remaining 10 from English portion. Okay, അങ്ങനെയായിരിക്കും എക്സാംസ്. അപ്പൊ 50 ക്വസ്റ്റ്യൻസ് ആയിരിക്കും, 2 മാർക്സ് ആയിരിക്കും, ഈച്ച് ടോട്ടൽ 100-ലായിരിക്കും. ഓക്കെ, സോ അഗൈൻ വൺ മോർ തിങ്, ലൈക്ക് നമുക്ക് ഈ പാർട്ട് 2 ഒക്കെ കഴിഞ്ഞ്, അതായത് ഈ ഒരു ടൈം ആകുമ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഒപ്പം തന്നെ, അതായത് പാർട്ട് 3 ചെയ്യുന്നതിന്റെ ഒപ്പം തന്നെ പ്രാക്ടിക്കൽ സെഷൻസ് സ്റ്റാർട്ട് ചെയ്യും. കാരണം പാർട്ട് 3 നമ്മൾ മോണ്ടിസോറി സ്കൂൾ എങ്ങനെയാണ്, മറിയാം മോണ്ടിസോറി ഡിസൈൻ ചെയ്ത സ്കൂൾ എന്നവർ പറയാറില്ല, ചിൽഡ്രൻസ് ഹൗസ് എന്നാണ് പറയുന്നത്, കാസാഡി പാർപ്പിനി. അവിടുത്തെ എൻവിയോൺമെന്റ് എങ്ങനെയാണ് ഡിസൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് പഠിക്കുന്നതിനൊപ്പം തന്നെ അവര് ഡിസൈൻ ചെയ്ത മെറ്റീരിയൽസിന്റെ പ്രാക്ടിക്കൽസും ഒരുമിച്ച് പോവുകയാണെങ്കിൽ ആ ഒരു ടൈമിൽ തന്നെ നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ നിങ്ങൾക്ക് കുറെ കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അതല്ല മൊഡ്യൂൾ 1 കഴിഞ്ഞ് അത് കഴിഞ്ഞ് പിന്നെ ലാസ്റ്റ് പ്രാക്ടിക്കൽ വയ്ക്കുമ്പോൾ പലരും ടീച്ചിങ് പ്രാക്ടീസിന് പോയി കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് അറിഞ്ഞിട്ട് പോകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ കോൺഫിഡന്റ് ആയിരിക്കും. പിന്നെ വൈവ, നമുക്ക് ആ പ്രാക്ടിക്കൽസ് കഴിഞ്ഞാൽ ഉടനെ തന്നെ വൈവ സ്റ്റാർട്ട് ചെയ്യും. ചിലപ്പോൾ തിയറി എക്സാം കഴിഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷെ വൈവ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ തിയറി എക്സാം കഴിയുന്നതിനൊപ്പം തന്നെ വൈവയും കഴിഞ്ഞ് നിങ്ങളുടെ മാർക്ക് റെഡിയാകും. ഡിലേ ഇല്ലാതെ സർട്ടിഫിക്കറ്റും മാർക്ക് ലിസ്റ്റും കിട്ടും. സംശയമുണ്ടോ? എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? Ma'am, we thought that next month, at the month of July, we are going to teach training. Yeah, no problem. Yes, no problem. So I think we can start the practical session from next week onwards. Let us schedule, because I have to consult with other teachers and I have to let me know the comfortability of this, and they will do the practical session parallelly. At the same time, I will teach the Montessori method and details about Montessori environment. അതായത് ഞാൻ ഈ മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റും അതുപോലെ തന്നെ ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ്, ലൈക്ക് മോണ്ടിസോറി മെത്തേഡ്, മെറ്റീരിയൽസ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ ക്ലാസ് എടുക്കുന്നതിനൊപ്പം തന്നെ ടീച്ചേഴ്സ് നിങ്ങൾക്ക് പ്രാക്ടിക്കൽ സെഷൻ എടുക്കും. അതിന്റെ ഒരു ഓൺലൈൻ ആയിട്ട് എല്ലാ അവൈലബിൾ മെറ്റീരിയൽസിന്റെ ഡെമോൺസ്ട്രേഷൻ കാണിക്കും. അതിന് ഓൺലൈൻ കഴിയുമ്പോഴേക്കും നമ്മൾ ഓഫ്ലൈൻ ആയിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഡയറക്റ്റ് വന്നിട്ടുള്ള പ്രാക്ടിക്കൽ സെഷൻ ചെയ്യും. ആ ഡയറക്റ്റ് പ്രാക്ടിക്കൽ സെഷന് വരുന്നതിന് തൊട്ട് മുന്നേ ഒരു 1.5 hours എന്തായാലും വേണം. ഒരു ഓൺലൈൻ സെഷനിലൂടെ മൊഡ്യൂൾ 3 ബ്രീഫ് ചെയ്യും. മൊഡ്യൂൾ 3 വെറുതെ ഒന്ന് സമയം കിട്ടുമ്പോൾ വായിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിൽ കംപ്ലീറ്റ് ഡെമോൺസ്ട്രേഷൻസ് ആണ് കൂടുതലും. അതായത് ജഗ്ഗിൽ വെള്ളം ഒഴിക്കുക, പൾസസ്, സിറൈൽസ്, അങ്ങനെ പരിപ്പ്, പയർ, കടല പോലത്തെ സാധനങ്ങളൊക്കെ കണ്ടെയ്നറിലേക്ക് ഫില്ല് ചെയ്യുക. അങ്ങനെ ഒരു കുട്ടിയെ കൊണ്ട് ചെയ്യിപ്പിക്കുമ്പോൾ എങ്ങനെ ചെയ്യിക്കണം, ഓരോ ഏജിലുള്ള കുട്ടികൾക്ക് ഏത് ആക്ടിവിറ്റി കൊടുക്കണം. അപ്പൊ നമ്മുടെ വീട്ടിൽ അങ്ങനത്തെ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ നമുക്ക് അവരെ കൊണ്ട് ചെയ്യിക്കാം. ഇത് അറിഞ്ഞിട്ട് നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ നിങ്ങൾക്ക് അത് അവിടെയും ചെയ്യിക്കാനായിട്ട് പറ്റും. അപ്പൊ പാർട്ട് 3 ഒന്ന് വായിക്കുക. നമുക്ക് അതിനകത്ത് കുറെ ഡെമോൺസ്ട്രേഷൻസ് ഉണ്ട്. അത് കൊച്ചു കുട്ടികളെ കൊണ്ട്, പറഞ്ഞിരിക്കുന്ന ഏജ് 3 to 6 വരുന്ന കുട്ടികളെ കൊണ്ട് നമ്മൾ ചെയ്ത് നോക്കേണ്ട കാര്യങ്ങളാണ്. ഓക്കെ, ഈ പറഞ്ഞ രീതിയോട് ഓക്കെ ആണോ? അല്ലെങ്കിൽ എന്താ പറ്റുവെച്ചാല് ഡിലേ ആകുന്നു. വൈവ അങ്ങനെ ഡിലേ കാരണം ഒരാള് അറ്റൻഡ് ചെയ്യാൻ വൈകുമ്പോ തന്നെ ഹോൾ ബാച്ചിന്റെ സർട്ടിഫിക്കറ്റ് മാർക്ക് ലിസ്റ്റ് ഡിലേ ആവുമല്ലേ, നമുക്ക് ഒരുമിച്ച് കോൺവെക്കേഷൻ നടത്താൻ പറ്റാതെ വരും. അപ്പൊ ഇങ്ങനെ നമ്മൾ ഇൻ ബിറ്റ്വീൻ മോണ്ടിസോറി മെത്തേഡ് കോർ ടോപ്പിക്സിന്റെ ഒപ്പം തന്നെ പ്രാക്ടിക്കൽ സെഷനും പോയിട്ട് നമ്മൾ ആ വൈവ ബേസ്ഡ് ഓൺ പ്രാക്ടിക്കൽ സെഷൻ ആണ്. നിങ്ങൾ ചെയ്ത അസൈൻമെന്റ്സ്, നിങ്ങൾ ചെയ്ത വർക്ക് എന്ന് വെച്ചിട്ട് ഹറിബറി ആവണ്ട. ദിവസം ഒരു 30 minutes സ്പെയർ ചെയ്തിട്ട് ചെയ്യാനുള്ള, പെൻഡിങ് ആയിട്ട് ഒരു വർക്കും വെക്കരുത്. അതാണ് എപ്പോഴും നമ്മൾ ആദ്യ വർക്ക് തരുന്നത്. പറയുമ്പോ തന്നെ അത് ചെയ്ത് അങ്ങ് തീർക്കാനായിട്ട് നോക്കുക. റെക്കോർഡ് റൈറ്റിംഗ് എവിടെ വരെയായി? യെസ് മാം, ലാസ്റ്റ് റെക്കോർഡ് ഒന്ന് ഇടുവോ മാം? അതാണ്, അതും കൂടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ കുറച്ച് എഴുതി തീർന്ന് അതങ്ങ് തീർന്നു പോയേനെ. അല്ലെങ്കിൽ അതൊരു പെൻഡിങ് ആകുമ്പോൾ ടെൻഷനാണ്.
ഷുവർ. എനിക്ക് Ma'am, for practical section, if we gone through the record means we cannot understand what it is. But then what to do the clue? Can you say, ma'am? Whether okay, we can I go will. at the July or August. Yes, in that record, there is a small description regarding all the materials. ആ റെക്കോർഡിനകത്ത് നമ്മളുടെ ഈ മോണ്ടിസോറി ഡിസൈൻ ചെയ്ത ഓരോ മെറ്റീരിയൽസിന്റെ പ്രിൻസിപ്പിൾസ് ആണ്. പക്ഷെ ഓരോ വർഷം പെർ ഇയർ ഓൾ ദ മെറ്റീരിയൽസ് ആർ അപ്ഡേറ്റിംഗ്. ഓക്കെ, പക്ഷെ ബേസിക് പ്രിൻസിപ്പിൾ സെയിം തന്നെയായിരിക്കും. ഒരു പക്ഷേ മെറ്റീരിയൽസിന്റെ രൂപം, സൈസ്, ഷേപ്പ്, അല്ലെങ്കിൽ ലൈക്ക് അതിന്റെ കളർ, അല്ലെങ്കിൽ എന്തെങ്കിലും മെറ്റീരിയലിലെ ഡിഫറൻസ് ഒക്കെ ആയിരിക്കാം. പക്ഷെ ബേസിക് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസിന് മാറ്റമൊന്നുമില്ല. അപ്പൊ നമ്മൾ ആ ലാസ്റ്റ് റെക്കോർഡിൽ എഴുതി വെക്കുന്നത് ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസ് ആണ്. ഞാൻ പഠിച്ച സമയത്തുണ്ടായിരുന്ന നോട്ട് ചെയ്ത സാധനങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ മോഡ്യൂൾ 3 വായിക്കുമ്പോൾ കൂടുതൽ എന്തെങ്കിലും മെറ്റീരിയൽസോ അല്ലെങ്കിൽ എന്തെങ്കിലും എക്സ്ട്രാ അതിനകത്ത് പോയിന്റ്സ് ആഡ് ചെയ്യണമെങ്കിൽ ആഡ് ചെയ്യാം. ഞാനത് പ്രൊമോട്ട് ചെയ്യാത്തതിന് കാരണം ഓൾറെഡി നമ്മളുടെ മോഡ്യൂൾ 3യുടെ നോട്ട്സ് ഉണ്ട്. പിന്നെ അത് വീണ്ടും നമ്മൾ റെക്കോർഡിലേക്ക് കോപ്പി ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ നമ്മൾ ഓരോ മെറ്റീരിയൽസും ടീച്ചേഴ്സ് ഡെമോ കാണിക്കുമ്പോൾ അതിന്റെ എങ്ങനെയാണ് അതിന്റെ വർക്കിംഗ് എല്ലാം പറയും. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട്സ് വരുവാണെങ്കിൽ, കാരണം മെറ്റീരിയൽസ് ഒന്നും എന്റെ അടുത്തില്ല, എല്ലാം ഇൻസ്റ്റിറ്റ്യൂട്ടില് അങ്ങോട്ടും ഇങ്ങോട്ടും കൊണ്ട് നടക്കുമ്പോൾ ഇത് ഭയങ്കരമായിട്ട് മോശമാവും. അതുകൊണ്ട് നമ്മൾ ഒരു സ്ഥലത്ത് കീപ്പ് ചെയ്തേക്കാം. അപ്പൊ ഞാൻ വീട്ടിലാണല്ലോ, ഇൻസ്റ്റിറ്റ്യൂട്ടിലുള്ള ടീച്ചേഴ്സ് ആയിരിക്കും ഇത് ഡെമോൺസ്ട്രേഷൻ ക്ലാസ് എടുക്കുന്നത്. നിങ്ങൾക്ക് എന്തെങ്കിലും റിഗാർഡിങ് എന്തെങ്കിലും ഒരു ക്ലാരിഫിക്കേഷൻ വേണം തോന്നുവാണെങ്കിൽ നമ്മൾ ഒരു 1.5 മണിക്കൂറിന്റെ സെഷൻ നമ്മൾ ഇരിക്കും ഈ മോഡ്യൂൾ 3 ഡിസ്കസ് ചെയ്യാനായിട്ട്. ആ ടൈമിൽ ചോദിക്കാം. ഓക്കെ ആയോ? അപ്പൊ ഒന്ന് റീഡ് ചെയ്തിട്ടൊക്കെ വരാം. അപ്പോഴേക്കും റെക്കോർഡ് തരാം, റെക്കോർഡ് റീഡ് ചെയ്തിട്ട് വരാം. അപ്പൊ നമ്മൾ ഒരുമിച്ച്, നിങ്ങൾക്കറിയാം വരാൻ പോകുന്നേ ഉള്ളൂ, സൊസൈറ്റി ഓഫ് കൊഹീഷൻ എന്നൊരു ടോപ്പിക് ഉണ്ട് മോണ്ടിസോറി ഇതില്. അത് നമ്മൾ ഒരുമിച്ച് ഒരു ഗ്രൂപ്പായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മളുടെ കുറെ ക്വാളിറ്റീസ് ഫോം ചെയ്യും, കുറെ പോസിറ്റീവ് ഫാക്ടേഴ്സ് അതിൽ നിന്ന് റിസൾട്ട് ആയിട്ട് വരും. അതായത് കോപ്പറേഷൻ, മ്യൂച്വൽ ഹെൽപ്പ്, റെസിപ്രോക്കൽ ഹെൽപ്പ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും അതിൽ നിന്ന് ജനറേറ്റ് ചെയ്യും. അപ്പൊ അങ്ങനെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ്, ഇപ്പൊ നിങ്ങളുടെ കൂടെ ചിലപ്പോൾ 10th ബാച്ച് അല്ലെങ്കിൽ 8th ബാച്ചും കൂടെ മിക്സ് ചെയ്യുവാണെങ്കിൽ, കമ്പൈൻ ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ ആ ഒരു കോപ്പറേഷൻ നല്ല രീതിയിൽ തന്നെ പോകണം. ഇറ്റ്സ് ലൈക്ക് ഒരു വൺനെസ് ഫീൽ ചെയ്യണം, ഒരു വി ഫീൽ എന്നൊക്കെ പറയില്ലേ, എല്ലാവരും സെയിം ആണ്, ഓക്കെ ആണ്, എല്ലാവരും കംഫർട്ടബിൾ ആണെന്നുള്ള രീതിയിൽ. അവിടെ വേറെ കൂടുതൽ കോൺഫ്ലിക്ട്സ് ഒന്നും വരേണ്ട യാതൊരു കാര്യമില്ല. നമ്മളെ ഏൽപ്പിച്ച ജോലി നമ്മൾ ചെയ്യുന്നു. ഇഫ് എനിബഡി നീഡ്സ് എനി സപ്പോർട്ട് ഫ്രം us, we can support them very happily. സപ്പോർട്ട് ചെയ്യാന്നുള്ളതിന്റെ അതിന്റെ അർത്ഥം കോപ്പി ചെയ്യാനായിട്ട് എല്ലാം പ്രൊവൈഡ് ചെയ്യാന്നുള്ളതല്ല. ലെറ്റ് ദം ഡു ബൈ ദംസെൽസ്. എല്ലാവരും തന്നെ ചെയ്യണം. പക്ഷെ നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ലെങ്കിൽ യു ക്യാൻ ആസ്ക് അതേഴ്സ് ഹെൽപ്പ്. ഓക്കെ, എന്നോട് ചോദിക്കാം. പിന്നെ റെക്കോർഡ് ഞാൻ അയച്ചു തരണം. എനിക്ക് ഒരു കാര്യം ചെയ്യും, ക്ലാസ് കഴിയുമ്പോൾ തന്നെ എനിക്ക് വാട്സാപ്പിൽ നിങ്ങൾക്ക് ഇനി എന്തൊക്കെ തരാനുണ്ടെന്നുള്ളത്. And one thing, you have to give the mock test of 4 chapters. Okay, 4 chapters. Yeah, Okay. ma'am, from first itself. Do one after the class. Okay, I am just assigning Meghna because I am getting message from all, so it is okay for me to get message from one regarding that. So Meghna, please let me know which all chapters are there, and about this Rija said about last record, and remind me that also. Okay. Okay, thank you so much. So we can മാം ഒരു സംശയം ചോദിച്ചോട്ടെ. yes please. ഇത് ട്രെയിനിങ്ങിന് പോകുമ്പോൾ മറ്റേ ടീച്ചേഴ്സ് മാനുവൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഗ്രൂപ്പില്, അല്ല ക്ലാസ് റൂമിൽ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ. അത് നമ്മളത് അതിന്റെ പ്രിന്റ് എടുക്കാനായിട്ട് അത് എത്ര ക്ലിയർ ആവോ എന്നൊരു സംശയം. അതെങ്ങനെയാണ്? പ്രിന്റ് എടുക്കുകയേ ചെയ്യരുത്. നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസവും ക്ലാസ്സിൽ പോകുമ്പോൾ തലേന്ന് നമ്മളുടെ വർക്ക് എല്ലാം കഴിഞ്ഞു കഴിയുമ്പോൾ വരച്ചു വെക്കുക. നമ്മൾ വരയ്ക്കില്ലേ, വളരെ സിമ്പിൾ ആണല്ലോ, സിമ്പിൾ ഫോർമാറ്റ് അല്ലേ, നമുക്ക് വരയ്ക്കാൻ എളുപ്പമല്ലേ. ഒരു A4 നമുക്കൊരു ബുക്ക് മതിയാകും. ഒരു പ്ലെയിനോ ലൈനുള്ള ബുക്കായാലും നോ പ്രോബ്ലം. നമ്മൾ നല്ല പോലെ കോളം ഒക്കെ വരച്ച് നല്ലപോലെ സെറ്റ് ചെയ്ത് വെക്കുക. ഒരു സമയം കിട്ടുമ്പോൾ ഒരു 3-4 പേജിൽ വരച്ചിടുക. ഇത് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യാനുള്ളതൊന്നുമല്ല, ഇത് നമ്മൾക്കൊരു റെഫറൻസ് ആണ്. ഞാൻ അവിടെ പോയപ്പോൾ ഞാൻ കുട്ടികൾക്ക് എന്തെല്ലാം ആക്ടിവിറ്റീസ് കൊടുത്തു, അപ്പൊ കുട്ടികളുടെ റെസ്പോൺസ് എന്തായിരുന്നു, അതാണ് നമ്മൾ എഴുതുന്നത്. നമ്മുടെ ലെസൺ പ്ലാനുമായിട്ട് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. ലെസൺ പ്ലാൻ നിങ്ങൾ യു ഹാവ് ടു സബ്മിറ്റ് അല്ലേ, അത് നമ്മൾ പ്രീവിയസ്ലി ചെയ്യുന്നത്. നാളെ ക്ലാസ് ഉണ്ടെങ്കിൽ തലേ ദിവസം അല്ലെങ്കിൽ നെക്സ്റ്റ് വീക്കിലെ ഹോൾ ഡേക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി പ്രിപ്പയർ ചെയ്യിക്കുന്ന സാധനമാണ് ഞാൻ എന്തൊക്കെയാണ് കുട്ടികളെ പഠിപ്പിക്കാൻ പോകുന്നത് എന്നുള്ളത്. പക്ഷെ ടീച്ചിങ് മാനുവൽ ഈസ് എൻറ്റയർലി ഡിഫറെന്റ് ഫ്രം ലെസൺ പ്ലാൻ. അത് മോണ്ടിസോറി
മെത്തേഡിന് മാത്രമേ ഉള്ളൂ ടീച്ചിങ് മാനുവൽ. അതില് നമ്മൾ അന്നത്തെ ക്ലാസ് കഴിയുമ്പോഴാണ് നമ്മൾ എഴുതുന്നത്. ലെസൺ പ്ലാൻ നേരത്തെ പ്ലാൻ ചെയ്ത് വെക്കുന്നു. ഇത് അന്നത്തെ കഴിയുമ്പോൾ ഇന്ന് നമ്മൾ കുട്ടികൾക്ക് എന്തെല്ലാം ആക്ടിവിറ്റി കൊടുത്തു കഴിഞ്ഞപ്പോൾ കുട്ടികളിൽ കണ്ടുള്ള ആ ഒരു ഒബ്സർവേഷൻ, അതാണ് നമ്മൾ എഴുതുന്നത്. കുട്ടികളെ എൻജോയ് ചെയ്തു, അവർ റിപ്പീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു, നാളെയും ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അവർ എന്തൊക്കെ റെസ്പോൺസ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുന്നോ അതെല്ലാം നമ്മൾ നോട്ട് ചെയ്ത് വെക്കണം. ഓക്കെ, അപ്പൊ അത് ചെയ്യണം. പിന്നെ ഏതെങ്കിലും ഒരു കുട്ടിയുടെ സ്പെസിഫിക് ആയിട്ട് നമുക്ക് നോട്ട് ചെയ്യണം തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാം. എഴുതുന്നതിൽ പ്രയാസം ഉണ്ടെന്നോ, അല്ലെങ്കിൽ ഇപ്പം സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് കൊടുത്തപ്പോൾ അവന്റെ റൈറ്റിംഗ് സ്കില്ല് അവന്റെ ഇമ്പ്രൂവ് ആയെന്നോ, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. സ്റ്റോറി നറേറ്റ് ചെയ്തപ്പോൾ ആ ഒരു മോറൽ മെസ്സേജ് കുട്ടികൾക്ക് നല്ല പോലെ കുട്ടികളെ ഇമ്പാക്ട് ചെയ്തു. അങ്ങനെ കുറെ നമ്മൾ എന്ത് ചെയ്യുന്നു അതിന്റെ എന്ത് റെസ്പോൺസ് ആണോ കുട്ടികളിൽ നിന്ന് കിട്ടുന്നത്, ആ ഒരു സോഴ്സിൽ നിന്ന് എന്താണോ കിട്ടുന്നത് അത് മുഴുവനും നിങ്ങൾക്ക് നോട്ട് ചെയ്ത് വെക്കാം. അത് നമുക്കൊരു ഫ്യൂച്ചർ റെഫറൻസ് ആണ്. കാരണം നമ്മള് 10 ദിവസം ചെയ്തു, 15 ദിവസം ചെയ്തു, നെക്സ്റ്റ് മന്ത് ആവുമ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്തു, അന്നത്തെ റിസൾട്ട് എന്തായിരുന്നു, നമുക്കൊരു ക്ലിയർ ആയിട്ടൊരു ഓർമ്മ വരണം എന്നില്ലല്ലോ. അപ്പൊ ഇത് നോക്കുമ്പോൾ നമുക്ക് നല്ല പോലെ അത് ഓർമ്മ കിട്ടും. അത് നെക്സ്റ്റ് സ്കൂളുകളിൽ പോകുമ്പോൾ നമ്മളത് ഹെൽപ്പ് ചെയ്യും. ഈവൻ നമ്മളുടെ സ്വന്തം കുട്ടികളിൽ നിന്ന് സൈൻ കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു. പക്ഷെ അവർ ബിസി ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് എല്ലാ ദിവസവും പറ്റിയെന്ന് വരില്ല. അപ്പൊ ഏതെങ്കിലും ഒരു കൺസേൺ ടീച്ചറെ കൊണ്ട് എല്ലാ ദിവസവും ഒന്ന് ഇനീഷ്യൽ ചെയ്തിട്ട് ഏറ്റവും ലാസ്റ്റ് അവിടുത്തെ ഹെഡ് ഓഫ് ദി ഇൻസ്റ്റിറ്റ്യൂഷനെ കൊണ്ടിട്ട് ഒന്ന് സൈനും സീലും ചെയ്ത് വാങ്ങുവാണെങ്കിൽ അതൊരു വാലിഡ് ആയിട്ടിരിക്കും. നമ്മളൊരു ഇന്റർവ്യൂവിന് പോകുമ്പോൾ വി ക്യാൻ ഷോ, കോൺഫിഡന്റ് ആയിട്ട് പറയാം ഞാൻ ടീച്ചിങ് പ്രാക്ടീസ് ചെയ്തു, ഇതാണ് അതിന്റെ ഒരു റെഫറൻസ് അല്ലെങ്കിൽ അതിന്റെ ഡീറ്റെയിൽസ് ഇതാണെന്ന് പറയുന്നത് നമുക്ക് കൊണ്ടുപോകാലോ. അപ്പൊ നല്ലപോലെ കീപ്പ് ചെയ്ത് വെക്കാം. ഓക്കെ ഓക്കെ മാം, ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് മാം. ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ ചെയ്ത എല്ലാം ഇതും കൊണ്ടുപോകണോ? ചെയ്തു വെച്ചിരിക്കുന്ന ഇപ്പം കളർ ടാബ്ലറ്റും പിന്നെ നന്നായിരിക്കും. അവരൊന്ന് ഇംപ്രസ്ഡ് ആവും. അവർ നമ്മളെ ചിലപ്പോൾ പെർമിറ്റ് ചെയ്യും. ഇംപ്രസ്ഡ് ആവുന്നതിനേക്കാൾ കൂടുതൽ ഇത് കാണുമ്പോൾ യു ക്യാൻ യൂസ് ദിസ്, അവരെ പഠിപ്പിക്കാൻ നിങ്ങൾക്ക് ഇത് ഉപയോഗിക്കാം എന്ന് പറയാം. മിക്ക കുട്ടികളും കൊണ്ടുപോകുമ്പോൾ കാണുന്നൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇഷ്ടപ്പെട്ടിട്ട് അവരത് വാങ്ങിച്ചു വെക്കും. നോ പ്രോബ്ലം, കൊടുത്തോളൂ. വൈവയുടെ സമയത്ത് അതൊന്ന് പറഞ്ഞാൽ മതി. കാരണം നമ്മൾക്കൊരു ട്രസ്റ്റ് നിങ്ങളിലുണ്ട്. നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ട്രസ്റ്റ് യു. കണ്ണെന്ന് പോലും നമ്മൾ നിർബന്ധം പറയാറില്ല. നിങ്ങൾ ചെയ്തു, ഞാനത് അവിടെ കൊടുത്തു, സബ്മിറ്റ് അവരുടെ ചോദിച്ചപ്പോ കൊടുത്തു, അത് കാരണം എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പേടിച്ച് വൈവ അറ്റൻഡ് ചെയ്യാതിരിക്കരുത്. നിങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ആർ ഓക്കെ വിത്ത് ദാറ്റ്, വി ട്രസ്റ്റ് യു. ഓക്കെ ഓക്കെ മാം, താങ്ക് യു മാം. എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് മാം. ഈ ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ മാം പറഞ്ഞ ടീച്ചിങ് മാനുവൽ ഉണ്ടല്ലോ, ഓരോ കുട്ടികളുടെ ഓരോ ദിവസം നമ്മൾ ചെയ്തു, അത് നമ്മൾ ഓരോ ദിവസം ചെയ്തതിന്റെ ഓരോന്ന് അന്നന്ന് എഴുതി വെക്കണാണോ നല്ലത്? അതിന് പ്രത്യേക ബുക്ക് വേണം? അന്ന് എഴുതി വെക്കുന്നതാണ് ആര്യ നല്ലത്. കാരണം നമ്മൾ മറന്നു പോകില്ലേ. ഞാൻ മറന്നു പോകും. ഞാൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാല് അതിന് പ്രത്യേക ബുക്ക് വേണോന്നാ ഞാൻ ചോദിക്കുന്നത്. ചെറിയ ബുക്ക് വേണോ? ചെറിയൊരു ബുക്ക് വാങ്ങിയാൽ നന്നായിരുന്നു. ഇതുപോലെ കുറച്ച് ബുക്സ് ഉള്ളത് വാങ്ങിയാൽ നന്നായിരിക്കും. കാരണം വെച്ചാൽ നമ്മൾ വേറൊരിടത്ത് വർക്ക് ചെയ്യാൻ പോകുമ്പോൾ നമുക്ക് അതിന്റെ ബാലൻസ് ഷീറ്റിൽ ഉപയോഗിക്കാലോ. പേപ്പർ ആകുമ്പോഴേ ന്യൂസ് പേപ്പർ ഞാൻ പ്രൊമോട്ട് ചെയ്യാത്തത് മിസ്സാകുന്നു പലരുടെ കയ്യിൽ നിന്ന്. അല്ലെങ്കിൽ നല്ലപോലെ നമ്മൾ ഫയൽ ചെയ്തൊക്കെ സൂക്ഷിക്കണം. ഈ സ്റ്റേപ്ലർ ചെയ്താലും ആ ഭാഗത്തുനിന്ന് അതിങ്ങനെ കീറി പോവില്ലേ. അപ്പൊ അത് മോശമാവില്ലേ. നമുക്ക് എവിടെയെങ്കിലും ഇന്റർവ്യൂവിന് പോകുമ്പോൾ നീറ്റായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു റിപ്പോർട്ടായിരിക്കണം ടീച്ചിങ് മാനുവൽ. ഓക്കെ, ഞാനൊരു സാധനം കാണിക്കട്ടെ മാം. ഞാൻ ചെയ്ത വർക്കാണ്. കാണിക്കൂ. ഞാൻ ഇങ്ങനത്തെ ഈ കളർ കാർഡൊക്കെ ഇങ്ങനെ ചെയ്തതൊക്കെ കൊണ്ട് കാണിക്കാലോ. നിങ്ങൾ എന്ത് ചെയ്തതും കൊണ്ടുപോയി കാണിക്കാം. കുട്ടികളുടെ കൈ കൊടുക്കുമ്പോ സ്റ്റിക്ക് പോലെ ഇതുപോലെ കൂട്ടിപ്പിടിച്ച് കൊടുക്കുന്നതാണോ നല്ലത്? അതെ അതെ, അതാണ് നല്ലത്. കാരണം അതാവുമ്പോ അവർക്ക് അവരുടെ ഫിംഗേഴ്സ് അവർ യൂസ് ചെയ്യുമല്ലോ. നമുക്ക് വേണ്ടത് അവരുടെ ഫിംഗർ ഡെവലപ്മെന്റ് ആണ്. ചെറിയ കുട്ടികളുടെ ഫിംഗർ ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ്. എന്നാലാണ് അവർക്ക് നല്ല പോലെ ഹാൻഡ് റൈറ്റിംഗിൽ പെൻസിൽ പിടിച്ച് എഴുതാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ ഈ ഒരു 3 ഫിംഗേഴ്സിന്റെ ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പെൻസിൽ പിടിക്കുന്ന ഇങ്ങനെയാണല്ലോ, പെൻസിൽ അല്ലെങ്കിൽ പേനയൊക്കെ പിന്നെയല്ലേ കൊടുക്കുന്നത്. അപ്പൊ ആ ഒരു ഫിംഗേഴ്സ് വെച്ചിട്ടുള്ള എന്ത് ആക്ടിവിറ്റി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. ഞാൻ ഓൾറെഡി മാമിനോട് പറഞ്ഞിരുന്നു ഞാൻ ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്നില്ലെന്ന്. പക്ഷെ ഇതിന് സെപ്പറേറ്റ് പോയിന്റ് ഇല്ല മാം. അപ്പൊ അത് നമുക്ക് എങ്ങനെ കിട്ടും അത്? എന്താണ് ടീച്ചിങ് പ്രാക്ടീസിന് പോവാൻ പറ്റില്ല എന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പം ഇതിന് സെപ്പറേറ്റ് പോയിന്റ് ഇല്ലേ മാം? മാർക്കാണോ ഉദ്ദേശിച്ചത് ടീച്ചിങ് പ്രാക്ടീസിന്റെ? അതെ അതെ. നമ്മൾ മാർക്ക് ഇടുന്നത് വൈവ ടൈമിലാണ്.
ടീച്ചിങ് പ്രാക്ടീസ് പോയവരോട് ചോദിക്കും, നിങ്ങൾ ടീച്ചിങ് പ്രാക്ടീസിന് പോയിരുന്നു എന്ന് ചോദിക്കും. യെസ് എന്നാണ് ആൻസർ എങ്കിൽ എന്തെല്ലാം ചെയ്തു, എന്തൊക്കെ ആക്ടിവിറ്റീസ് ആയിരുന്നു, എത്ര ദിവസമാണ്, നിങ്ങൾക്ക് കിട്ടിയ ഒരു റിവ്യൂ ഫീഡ്ബാക്ക് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുക. അപ്പൊ അവരവരുടെ എക്സ്പീരിയൻസ് അവിടെ ഷെയർ ചെയ്യാണ്. ഓക്കെ, അവർ ഓൾറെഡി പോയി. പോകാത്തവരാണ് 2 minutes ടീച്ചിങ് പ്രാക്ടീസ് അവിടെ വിർച്വലി അവരെ കൊണ്ട് ചെയ്യിക്കും. മുന്നിലെ കുട്ടികളാണെന്ന് അസ്യൂം ചെയ്ത് യു ഹാവ് ടു പ്രസന്റ് എനിത്തിങ് ലൈക്ക് സ്റ്റോറി നറേഷൻ, ആക്ഷൻ സോങ്, അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അവിടെ നിർബന്ധമായി ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റില്ല, നോട്ട് ഓക്കെ എന്നൊക്കെ പറയുവാണെങ്കിൽ നമുക്ക് അവിടെ മാർക്ക് അതിനനുസരിച്ച് കുറയും. ഈവൻ ടീച്ചിങ് പ്രാക്ടീസിന് പോകാത്തവർക്കും പോകുന്നവർക്കും, പോകാത്തവർ നല്ല പോലെ പെർഫോം ചെയ്താൽ അവർക്ക് അവിടെ ഫുൾ മാർക്ക് തന്നെ കൊടുക്കുന്നുണ്ട്, കുറയ്ക്കുന്നൊന്നുമില്ല. പോയില്ല എന്ന് വെച്ചിട്ട് അവിടെ ആ ഒരു ടൈമില് നമ്മൾ പറയുമ്പോൾ നിങ്ങൾ സ്പോണ്ടേനിയസ് ആയിട്ട് പെർഫോം ചെയ്യാൻ റെഡി ആയിരിക്കണം. ഇറ്റ്സ് നോട്ട് പെർഫോം. നമ്മൾ ഇമാജിൻ ചെയ്യുവാണ് നമ്മുടെ മുന്നിൽ കുഞ്ഞുങ്ങളുണ്ട്, അവരെ ഞാൻ എങ്ങനെ നറേറ്റ് ചെയ്യും. ഇപ്പൊ സ്റ്റോറി ആണെങ്കിൽ സംടൈംസ് ഞാൻ പറയും ആക്ഷൻ സോങ് അല്ലെങ്കിൽ സ്റ്റോറി എന്ന് പറയുമ്പോൾ അവർ പറയും ആക്ഷൻ സോങ് പറയില്ല മാം, ഞാനൊരു സ്റ്റോറി പറയാം. നോ പ്രോബ്ലം, യു ക്യാൻ ഡു ദാറ്റ്. എനിക്ക് അങ്ങനെ നിർബന്ധമില്ല നിങ്ങൾ ആക്ഷൻ സോങ് തന്നെ ചെയ്യണമെന്ന്. എന്തെങ്കിലും അത് കൊച്ചു കുഞ്ഞുങ്ങളോട് പറയുന്ന പോലെ ആയിരിക്കണം. അല്ലാണ്ട് ഞാനിരിക്കണ എന്നോട് എനിക്ക് പറഞ്ഞ തന്നെ പോലെ ആവരുത്. ആ ഒരു വോയിസ് മോഡുലേഷൻ, നിങ്ങളുടെ ഫേഷ്യൽ എക്സ്പ്രഷൻ, നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എല്ലാം അവിടെ കാണണമെന്നുള്ളൂ. പിന്നെ ഒരു കാര്യം ഞാൻ പറയും, റെക്കോർഡിൽ എഴുതിയിരിക്കുന്ന സ്റ്റോറി അല്ലെങ്കിൽ റെക്കോർഡിൽ എഴുതിയിരിക്കുന്ന റൈം, അതാണ് പ്രസന്റ് ചെയ്യാൻ ചോദിക്കാറ്. ഓക്കെ, ഒരു കാര്യം ചോദിച്ചോട്ടെ? യെസ്, ചോദിക്കൂ. മാം, ഇപ്പൊ വൈവയ്ക്ക് വരുമ്പോ നമ്മൾ ഉണ്ടാക്കിയ മെറ്റീരിയൽസ് കൊണ്ടുവന്നിട്ട് ഇപ്പൊ നമ്മളോടൊരു സ്റ്റോറി ടെല്ലിങ്ങോ അല്ലെങ്കിൽ ഒരു സോങ്ങോ അങ്ങനെ എന്തെങ്കിലും റൈമൊക്കെയാണ് പറയുന്നതെങ്കിൽ നമുക്കത് ആക്ട് ചെയ്ത് കാണിക്കാൻ വേണ്ടിയിട്ട് മെറ്റീരിയൽസ് കൊണ്ടുവരണം. വൈവയ്ക്ക് വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രീഷ്മ, വൈവ ഓൺലൈൻ ആണ്. ഓൺലൈൻ ആണല്ലേ? ആ, ഫേസ് ടു ഫേസ് നമ്മൾ ഇതുപോലെ ഗൂഗിൾ മീറ്റ് ആണ്. നോ റെക്കോർഡിംഗ്, നമ്മൾ മാത്രമേ ഉള്ളൂ. വളരെ കോൺഫിഡൻഷ്യൽ ആണ്, വളരെ പ്രൈവസി ഉള്ളതാണ് വൈവ. വേറെ ആരും ഉണ്ടാവില്ല. വരുന്ന ടീച്ചറും എന്തോ എല്ലാവർക്കും ഒരു ദിവസമാണോ വൈവ വരുന്നത്? ഇറ്റ്സ് ലൈക്ക് നമ്മൾ സ്ലോട്ട് ഇടും, നിങ്ങൾ ആ ടൈം നോക്കി നിങ്ങളത് കേറുക എന്നുള്ളതാണ്. പിന്നെ അത് പകലും ഉണ്ടാവും, രാത്രി ഉണ്ടാവും. പിന്നെ വേറൊരു കാരണം ജോലിക്ക് പോണവരുണ്ടാവുമല്ലോ, അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ നൈറ്റ് ഒക്കെ അവർക്ക് വേണ്ടിയിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാറുണ്ട്. പിന്നെ വേറൊരു കാര്യം, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്ന് നേരിട്ട് പ്രാക്ടിക്കൽ സെഷൻ ഉണ്ടല്ലോ, ആ ഒരു സമയത്ത് വൈവയ്ക്ക് ആരെങ്കിലും റെഡി ആണെങ്കിൽ അവിടെ വെച്ച് ചെയ്യാം. അപ്പൊ നിങ്ങൾ ഓർക്കും, അപ്പൊ ഞങ്ങൾ മെറ്റീരിയൽസ് എല്ലാം പാക്ക് ചെയ്ത് കൊണ്ടുവരണമെന്ന്. നോ നീഡ്, കാരണം അത് ക്യാരി ചെയ്ത് ഇത്ര ദൂരം ട്രാവൽ ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടല്ലേ. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് ആ സമയത്ത് അസൈൻമെന്റ് റെക്കോർഡൊക്കെ കയ്യിൽ വേണം, അത് കൊണ്ടുവരാലോ. അപ്പൊ നമുക്ക് സൈനും സീലും ചെയ്ത് പോവുകയും ചെയ്യാം. അപ്പൊ അത് മാത്രം കൊണ്ടുവരാം. ബാക്കി മെറ്റീരിയൽസ് എല്ലാം ഒരു ഷോർട്ട് വീഡിയോയോ ഒരു ഫോട്ടോയോ എടുത്തിട്ട് പേഴ്സണലി അയച്ചു തരാം. ഓക്കെ, ക്ലിയർ ആയോ? പ്രാക്ടിക്കൽ സെക്ഷന് വരണം നിർബന്ധമുണ്ടോ അവിടെ? നിർബന്ധം നമ്മൾ പറയില്ല, കുട്ടികളാണ് ഞങ്ങളോട് നിർബന്ധം പറഞ്ഞത്. ഞങ്ങൾ നേരിട്ട് വന്നതൊക്കെ ചെയ്ത് നോക്കുക. അപ്പൊ നമുക്ക് ടച്ച് ചെയ്ത് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ വീഡിയോയിലൂടെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അത്ര ക്ലിയർ ആവില്ല. നേരിട്ട് വന്നത് ചെയ്ത് നോക്കുമ്പോഴാണ് നമുക്ക് അതിനൊരു ക്ലാരിറ്റി കിട്ടുന്നത്. പക്ഷെ എല്ലാവർക്കും നേരിട്ട് വരാനുള്ള പല ബുദ്ധിമുട്ടുകളും ഉണ്ട്. കാരണം നമ്മള് വേറൊരു കാര്യം കൂടി ഞാൻ പറയട്ടെ, ഓൺലൈൻ ആയിട്ട് ചെയ്യുമ്പോൾ പലപ്പോഴും ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഈ മോണ്ടിസോറി ആണെങ്കിൽ അവർ ചോദിക്കുന്നത് ഓൺലൈൻ ആയിട്ട് എങ്ങനെയാ പ്രാക്ടിക്കൽസ്. കാരണം മോണ്ടിസോറിയിലെ പ്രാക്ടിക്കൽസ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. നമ്മുടെ കുട്ടികൾ പറയാറുണ്ട്, ഞങ്ങൾക്ക് ഓൺലൈൻ ആയിട്ടും ചെയ്യാറുണ്ട്, ഞങ്ങൾ നേരിട്ടും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിട്ടുണ്ടെന്നൊക്കെ പറയുമ്പോഴേക്കും ഇവരങ്ങ് കൺവിൻസ്ഡ് ആയിട്ടുണ്ട്. കാരണം പിന്നെ ആ മെറ്റീരിയൽസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ നല്ല ആധികാരികമായിട്ട് അവർക്ക് പ്രസന്റ് ചെയ്യാനായിട്ട് പറ്റാറുണ്ട്. നമ്മളാരും ഒരു ദിവസം തന്നെ ഉണ്ടാവുള്ളൂ പ്രാക്ടിക്കൽ സെക്ഷൻ? ഇപ്പൊ ഒരു ബാച്ചിന് ഒരു ദിവസമാണ്. നമുക്ക് ഉച്ചകൊണ്ട് കഴിയും. മോർണിംഗ് ഒരു 10:30 തുടങ്ങിയാൽ തന്നെ ഒരു 1 o'clock മുന്നേ തന്നെ കഴിയും. എല്ലാരും എല്ലാം ചെയ്തു നോക്കിയിട്ടാണ് അത്രയും നേരത്തെ കഴിയണത്. നമ്മൾ വൺസ് ചെയ്യാൻ തുടങ്ങുമ്പോഴേക്കും നമ്മൾ നല്ല പോലെ അതിലേക്ക് ഇൻവോൾവ് ആകും. ഞങ്ങൾ നിർബന്ധവും പറയും, നിങ്ങൾ ഇത്ര ദൂരെ വന്നത് കൊണ്ട് നോക്കിയിരിക്കരുത്, എല്ലാരും ചെയ്തു നോക്കണം. ഓരോരുത്തരായിട്ട് ഓരോ മെറ്റീരിയലും ചെയ്തിട്ടേ ഞങ്ങൾ അവിടെ നിന്ന് വിടാറുള്ളൂ. ഓക്കെ, അത് തീരുകയും ചെയ്യും. ഉച്ചക്കൊക്കെ ആകുമ്പോൾ 1 മണി 2 മണിക്കുള്ളിൽ തീരും. പിന്നെ ഒരു ദിവസമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാച്ചിന് ഒരു ദിവസം നമ്മൾ അസൈൻ ചെയ്യും. ബട്ട് ആർക്കെങ്കിലും ആ ഒരു ബാച്ചിൽ വരാൻ പറ്റിയില്ലെങ്കിൽ നമ്മളൊരു പ്രൊവിഷൻ കൊടുക്കാറുണ്ട്, നെക്സ്റ്റ് ബാച്ചിന്റെ കൂടെ യു ക്യാൻ ജോയിൻ എന്നുള്ള രീതിയിൽ. ബട്ട് ഒരു 50, 55, 60 മാക്സിമം
വേറെ നമുക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ വൺ ടൈം. 1 month സർട്ടിഫിക്കറ്റ് അതായത് ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോഴുള്ളതാണോ? യെസ്, ചിലർക്ക് അറിയാം, അവരത് തരും. പിന്നെ നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് 2 എന്തോ സർട്ടിഫിക്കറ്റ് അറ്റൻഡൻസും അല്ലാതെ നിങ്ങളുടെ പെർഫോമൻസിന്റെ ഒരു ഡേറ്റ് ഷീറ്റ് പോലെ എന്തോ മോഡൽ പ്രൊവൈഡ് ചെയ്യുമല്ലോ, അതൊന്ന് ഫില്ല് ചെയ്ത് സൈൻ ചെയ്ത് വാങ്ങിക്കാം. ഇതുപോലെ സർട്ടിഫിക്കറ്റ് അവർ പ്രൊവൈഡ് ചെയ്യുമെങ്കിൽ അത് വാങ്ങാം. ഗവൺമെന്റ് സ്കൂളിലുള്ളവർ സർട്ടിഫിക്കറ്റ് ഒക്കെ തരാൻ വെച്ചിരി മടിക്കുന്നതാണ്. ഒഫീഷ്യൽ അവരുടെ ലെറ്റർ ഹെഡ് ആണ് കേട്ടോ. അതൊന്നും അങ്ങനെ തരാനൊക്കെ മടി കാണിച്ചു എന്നൊക്കെ ഗവൺമെന്റ് സ്കൂളിൽ പോയ കുട്ടികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? സംശയം ചോദിക്കട്ടെ? ഹലോ ചോദിച്ചോളൂ. മിസ്സേ, എന്റെ പേര് അർച്ചന എന്നാണ്. ഹലോ, പറയൂ അർച്ചന, കേക്കാം. ഇവിടെ ഭയങ്കര മഴയാണ്. മിസ്സേ, അതായത് ഞാനൊരു അംഗൻവാടി ടീച്ചറുടെ ലിസ്റ്റിലുള്ള ഒരാളാണ്. അപ്പോൾ ഞാനിപ്പം 2 മാസത്തെ എന്റെ പ്രാക്ടീസ് കഴിഞ്ഞു. അപ്പൊ ഇനി ഞാനിപ്പം എനിക്കിനി 4 മാസം കൂടെ ട്രെയിനിങ് ഉണ്ട് അംഗൻവാടി ടീച്ചറുടെ. ഞാനിപ്പോ ഈ ക്ലാസ് പെൻഡിങ് വന്ന കാരണം ഇപ്പൊ അവിടെ നിന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി അടുത്ത എനിക്ക് ഇച്ചിരി ദൂരെയാണ് നിന്ന് കിട്ടി. അപ്പൊ അടുത്ത എവിടെയെങ്കിലും കിട്ടുമ്പോഴേ ഞാൻ ഇനി ബാക്കി ട്രെയിനിങ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ ഞാൻ സ്കൂൾ ബേസിലൊന്നും കയറിപ്പോയില്ല. അപ്പൊ അങ്ങനെ ടീച്ചിങ് പ്രാക്ടീസിന് പോകാതിരിക്കുന്നതിന് കുഴപ്പമുണ്ടോ? ഈ അംഗൻവാടി ടീച്ചർ ഇതും തമ്മിൽ ഇതാകുമോ ടീച്ചർ സാർ, വല്ല ബാലൻസ് ആകുമോന്ന്? ഞാനിപ്പം അംഗൻവാടിയുടെ ആണല്ലോ, സ്കൂൾ ബേസിലെ പ്രാക്ടീസ് അല്ലല്ലോ ഞാൻ ചെയ്യുന്നത്. അപ്പൊ അത് കുഴപ്പമുണ്ടോന്നൊന്ന് അറിയാനായിരുന്നു. കുഴപ്പമില്ല അർച്ചന. കാരണം എന്താണെന്ന് വെച്ചാൽ അംഗൻവാടിയുടെ ഫീസ് എന്ന് പറയുന്നത് മോണ്ടിസോറി മെത്തേഡ് തന്നെയാണ് കുറെയൊക്കെ. അതെ, അപ്പൊ ഇപ്പം മിസ് ഇപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്ന ഒന്നും അവിടെ കൊണ്ടുവരാം. ഗവൺമെന്റ് സ്ഥാപനമുണ്ട്, എല്ലാം അവിടെ ഉണ്ട്. നമ്മൾ അത് കാണിച്ച് ചെയ്താൽ മതി. എനിക്ക് 5 കുട്ടികളെ ഉള്ളായിരുന്നു. നമ്മളൊരു ഏരിയ ബേസ് ആണല്ലോ അംഗൻവാടി എന്ന് പറഞ്ഞാൽ. എനിക്ക് 5 കുട്ടികളെ ഉള്ളായിരുന്നു. അങ്ങനെ അതുകൊണ്ട് നമ്മുടെ കൈവശമുള്ള ഒന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. നമുക്ക് ചെയ്യേണ്ട എല്ലാ എക്യുപ്മെന്റും അവിടെ ഉണ്ടായിരുന്നു. വെച്ച് എല്ലാ മെറ്റീരിയൽ വെച്ച് അവിടെ ചെയ്ത് കാണിച്ചാൽ മതി. പിന്നെ അവര് വിഷയം ഇട്ടിട്ട് നമ്മൾ പഠിപ്പിക്കുകയായിരുന്നു അവിടെ. ഓക്കെ, കുഴപ്പമില്ല. അതൊരു ശരിക്കും ഒരു ട്രെയിനിങ് തന്നെ ആയിരുന്നല്ലോ. 5 കുട്ടികളെ ട്രെയിൻ ചെയ്യുമായിരുന്നില്ലേ ഓരോ ആക്ടിവിറ്റീസിലൂടെ. ഇനി എനിക്ക് ബാക്കിയുണ്ട്. ഇനി 4 മാസം കൂടെ എനിക്ക് ചെയ്യാൻ കിടപ്പാണ്. അതുകൊണ്ട് ഞാനിപ്പോ സ്കൂൾ ബേസിൽ ഇപ്പൊ ഇവരെല്ലാരും കൂട്ടുകാരെല്ലാം പോവാന്ന് പറഞ്ഞു. ഞാൻ ഇതുവരെ ഒരു സ്കൂളും അതുകൊണ്ട് കണ്ടുപിടിച്ചില്ല. എനിക്കിങ്ങനെ പോകേണ്ടി വരേണ്ടത് കൊണ്ടാണ് ഞാൻ അത് ചെയ്യാത്തത്. മനസ്സിലായി അർച്ചന. അർച്ചന ഓൾറെഡി പ്രാക്ടീസ് ചെയ്തു. ഇനി അർച്ചനയ്ക്ക് താല്പര്യമുണ്ട്, എനിക്ക് സ്കൂളിൽ ഏതെങ്കിലും പോയോ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം തോന്നുവാണെങ്കിൽ മാത്രം പോയാൽ മതി. ദിസ് ഇസ് എനഫ്. ഓക്കെ, താങ്ക് യു. ഞങ്ങൾക്ക് ഗവൺമെന്റ് സ്കൂളിലാണ് ട്രെയിനിങ്ങിന് കിട്ടിയേക്കുന്നത്. അത് കുഴപ്പമുണ്ടാവോ? ഒരു കുഴപ്പമില്ല. കാരണം അവിടെ നമുക്ക് നല്ല എന്താ പറയാ എക്സ്പ്ലോർ ചെയ്യാനുള്ള അവസരം കിട്ടും. കാരണം അവിടെ കുട്ടികൾ ഭയങ്കര ക്യൂരിയസ് ആയിരിക്കും. അവരിതൊക്കെ ആദ്യമായിട്ട് കാണുമായിരിക്കും മിക്കവാറും. അപ്പൊ ഭയങ്കര അങ്ങനെയാണ് ഞാൻ ഇതുവരെയും പോയിട്ടുള്ളവരിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു ഫീഡ്ബാക്ക്. ഭയങ്കര താല്പര്യമായിരിക്കും. അവിടെ മെറ്റീരിയൽസ് ഒക്കെ കുറവായിരിക്കുമല്ലോ. അപ്പൊ നമ്മൾ ഈ കൊണ്ടുപോകുന്നത് വെച്ച് ചെയ്യിക്കുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്ക്. ഈ സർട്ടിഫിക്കറ്റ് ലാസ്റ്റ് കിട്ടുന്നത് അത് ഫസ്റ്റ് തന്നെ ഒന്ന് ചോദിച്ചു നോക്കൂ. അങ്ങനെ ഒരു ചില 1-2 പേരെ പറഞ്ഞു കേട്ടു. എല്ലാരും ഇല്ല കേട്ടോ. ചില അടുത്ത HMന്റെ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ആയിരിക്കാം. അങ്ങനെ പറഞ്ഞു കേട്ടു. കുട്ടികള് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നു, സർട്ടിഫിക്കറ്റ് അവർ തരില്ല എന്ന് പറഞ്ഞു. കാരണം 3 months 4 months ഒക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് അവര് പറഞ്ഞിട്ട്. അവിടെ ടീച്ചർ ഇല്ലാന്നിട്ട് പകരം 1 month ആണ് ചോദിച്ചേക്കുന്നത്. ഇതും 1 month ചോദിച്ചു പോയിട്ട് അവരെ കൊണ്ട് അവിടെ നല്ലപോലെ പണി എടുപ്പിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ ഭയങ്കര ഇഷ്ടമായി എല്ലാം കൊണ്ടും. അവസാനം സർട്ടിഫിക്കറ്റ് ചോദിച്ചപ്പോ വോണ്ട് പ്രൊവൈഡ് എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. അതൊക്കെ ഒഫീഷ്യൽ കാര്യങ്ങളാണ്, അതൊന്നും പറ്റില്ല എന്നൊക്കെ പറഞ്ഞു. അതൊന്ന് ചോദിക്കും. ഇതിനകത്ത് സാരമില്ല. നല്ല ഒരു ഓപ്പണിംഗ് നമുക്ക് അവിടെ കിട്ടും. ഞാനിപ്പോ പോവാനിരുന്നതാണ്. അപ്പൊ എനിക്ക് ചെറിയൊരു ഫീവർ ഒക്കെ ആയിട്ട് റെസ്റ്റ് ആണ്. അപ്പൊ അടുത്ത ആഴ്ച പോവാൻ പറ്റുമെന്ന് ഉറപ്പില്ല. മാം ഇതിന്റെ ഒക്കെ ഇടയ്ക്ക് നമ്മുടെ PG ക്ലാസ് ഉണ്ടാവും മാം. അതിന്റെ ടെക്സ്റ്റ് ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ട്. അത് കംപ്ലീറ്റ് ചെയ്താലല്ലേ നമുക്ക് ഇതൊക്കെ ചെയ്യാനുള്ളൊരു വൈവയും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ആ ടെക്സ്റ്റ് അങ്ങനെ ഇരിക്കുന്ന നല്ല ടെൻഷൻ ഉണ്ട്. അതെന്താ ചെയ്യാ? PGയുടെ ആണോ? അതെ PG. 1 month 1 month
PG-യില് നിങ്ങൾക്ക് വൈവയില് വരുന്ന ഒരു സെഷൻ മാത്രമേ ഉള്ളൂ. ഒരു സെമിനാർ അല്ലെങ്കിൽ ഒരു അസൈൻമെന്റ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടില്ലേ, അത് മാത്രമാണ് PG-യുടെ വൈവയില് വരുള്ളൂ, വേറൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതിനെ റിലേറ്റ് ചെയ്താൽ നിങ്ങൾ പ്രസന്റ് ചെയ്ത് 1 or 2 minutes അതൊന്ന് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യുക, അത്രേ ഉള്ളൂ. ആ ടോപ്പിക് ഏതാണോ സെലക്ട് ചെയ്തത് ഒന്ന് ബ്രീഫ് ചെയ്യുക, അത്രയും വരുന്നുള്ളൂ. ടെക്സ്റ്റ് കിട്ടിയിട്ടില്ല എന്നാണോ പറഞ്ഞേ? ടെക്സ്റ്റ് ഉണ്ട് മാം, പക്ഷെ നമ്മുടെ ക്ലാസ് ഒന്നും തുടങ്ങിയിട്ടില്ലല്ലോ. അത് എങ്ങനെയാ ക്ലാസ് എടുത്ത് ചെയ്തിട്ട് കുറെ പേര് ട്രെയിനിങ്ങിന് പോകുമ്പോൾ അവര് കുറെ പേര് മിസ്സാവും. PG-യുടെ ക്ലാസ് നിങ്ങൾക്ക് തുടങ്ങിയില്ലേ? ഓ ഓക്കെ, നിങ്ങൾക്ക് തുടങ്ങിയില്ല. 6, 7, 8 അത് നിങ്ങളുടെ സ്റ്റാർട്ട് ചെയ്യൂ കേട്ടോ. എക്സാം എന്നായിരിക്കും നമുക്ക്? എക്സാം എന്നായിരിക്കും ഉണ്ടാവുന്നത്? എക്സാം ഇപ്പൊ മോഡ്യൂൾ 1 മെയിൻ എക്സാം അല്ലേ? മെയിൻ എക്സാം മോഡ്യൂൾ 1 കഴിഞ്ഞിട്ടാണ്. അതിനുള്ളിലെ ടേം നെക്സ്റ്റ് ഉടനെ തന്നെ അതിനുള്ള നോട്ടിഫിക്കേഷൻ വരും. എനിക്ക് ഷെഡ്യൂൾ ഒന്നും വന്നിട്ടില്ല ഏത് സമയത്തായിരിക്കും എന്നുള്ളത്. കാരണം നിങ്ങളുടെ പാർട്ട് 1ഉം പാർട്ട് 2ഉം കംപ്ലീറ്റ് ആയോ ടീച്ചർമാരെല്ലാം? പാർട്ട് 2 ഏതാ ഉള്ളത്? പാർട്ട് 2-ലെ ഇൻഡിവിജ്വൽ ഡിഫറൻസ് അത് കഴിയുമ്പോഴേക്കും നമ്മൾ ഇൻഫർമേഷൻ കൊടുക്കും. കംപ്ലീറ്റ് ആയെന്ന് പറയുമ്പോഴാണ് പ്രസിദ്ധ മാം അതിനനുസരിച്ച് എക്സാമിന്റെ ഷെഡ്യൂൾ തരുന്നത് കേട്ടോ. ഓക്കെ, എവിടെ വരെ ആയിരുന്നു പറഞ്ഞ? ലോ ഓഫ് ഇൻഡിപെൻഡൻസോ ഏതായിരുന്നു മാം? മോണ്ടിസോറി ഒപ്പീനിയൻ വരെ എത്തി. യൂണിറ്റ് 3-ലെ മോണ്ടിസോറി ഒപ്പീനിയൻ വരെ എടുത്തു. മീൻസ് ടൈറ്റിൽ എന്താ മാം? ലോ ഓഫ് ഇൻഡിപെൻഡൻസ്. അതാണോ ഞാൻ സ്റ്റാർട്ട് ചെയ്യണ്ടേ? അതാണ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. യെസ്, നമ്മള് ക്ലാസ് കൂടുതൽ ഇങ്ങനെ മുന്നോട്ട് പോകും തോറും നമുക്ക് ചിലപ്പോൾ ഫുൾ ഇങ്ങനെ റീഡ് ചെയ്ത് പോകാൻ പറ്റിയെന്ന് വരില്ല. അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ നിങ്ങളോട് ഞാൻ പറയുന്നത് നെക്സ്റ്റ് ക്ലാസ് വരുമ്പോൾ ഇത്രയും ടോപ്പിക് ഒന്ന് വായിച്ചിട്ട് വാ, എന്നിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാന്നുള്ള രീതിയിലായിരിക്കും ചിലപ്പോൾ ട്ടോ. നോക്കട്ടെ, നമുക്ക് എങ്ങനെയാണെന്ന് നോക്കട്ടെ, ക്ലാസ്സസ് എത്ര കിട്ടും എന്നുള്ളത് നോക്കിയിട്ട്. ഓക്കെ, ഇപ്പൊ നമ്മള് ലോ ഓഫ് നാച്ചുറൽ ഡെവലപ്മെന്റ് ആണ് പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലെ? കുട്ടികളുടെ കാര്യവും അനിമൽ ബേബീസും കുട്ടികൾ ഇൻകേപ്പബിൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. ഒരു കേപ്പബിൾ അല്ല പലപ്പോഴും പല കാര്യങ്ങൾ ചെയ്യാൻ, മൂവ് ചെയ്യാൻ, അവരുടെ ബോഡി മൂവ് ചെയ്യാൻ തന്നെ അവർക്ക് ചിലപ്പോൾ ഒരാളുടെ ഹെൽപ്പ് വേണ്ടി വരും. പക്ഷെ അനിമൽ ബേബീസ് അങ്ങനെയല്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു നമ്മൾ കണ്ടിട്ടില്ലേ? ഈ ഒരു ലാർവ പ്യൂപ്പാവസ്ഥയിൽ ചെന്നിട്ട് പിന്നെ ബട്ടർഫ്ലൈ ആയിട്ട് ആ ലാർവ അത് ആ ഒരു പ്യൂപ്പ പൊട്ടിച്ച് പുറത്തേക്ക് ഇറങ്ങുന്നതേ അതങ്ങ് ഫ്ലൈ ചെയ്യുവാണല്ലേ? എന്താ പറയുക, ഈഗർലി ഫ്ലൈയിങ് ടു ഹൈ, ആ ഒരു രീതിയിൽ സൂര്യപ്രകാശത്തെ നോക്കി അങ്ങ് ഫ്ലൈ ചെയ്ത് പോവാണ് ബട്ടർഫ്ലൈ. പിന്നെ പൂക്കളിൽ പോയിരിക്കും. പെട്ടെന്നാണ് അത് അത്രയും ദിവസം പ്യൂപ്പാവസ്ഥയിൽ നിന്നിട്ട് പെട്ടെന്നുള്ള ആ ഒരു ഡെവലപ്മെന്റ്. അതുപോലെ തന്നെയാണ് ശരിക്കും ഈ മനുഷ്യരുടെ ആ ഒരു മെറ്റമോർഫിസിസ്. അത് മെറ്റമോർഫിസിസ് തന്നെ പറയുന്നത്, പരിണാമം അല്ലെ മലയാളത്തിൽ പറയുവാണെങ്കിൽ. ആ ഒരു ബട്ടർഫ്ലൈയിൽ നടന്ന മെറ്റമോർഫിസിസ് പോലെ തന്നെയാണ് ഹ്യൂമൻ ബീയിങ്സിലും എല്ലാ ലിവിങ് തിങ്സിലും നടക്കുന്ന ആ ഒരു ചേഞ്ചസ്, ആ ഒരു ചേഞ്ച് അല്ലെ, ലൈഫിലെ ഒരു ട്രാൻസ്ഫോർമേഷൻ സംഭവിക്കുന്നു. നമ്മൾ തന്നെ ചില കുഞ്ഞുങ്ങളെ ചെറുപ്പത്തിൽ കണ്ടിട്ട് കുറച്ചു നാൾ കഴിഞ്ഞപ്പോൾ അയ്യോ അന്ന് കണ്ടപ്പോ ചെറുതായിരുന്നു, ഇത്ര പെട്ടെന്ന് വലുതായി, അങ്ങനെ നമ്മൾ കേട്ടിട്ടില്ല ഒരു രീതിയിൽ ഭയങ്കര ഒരു ഇതായിട്ട് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജ്, കുഞ്ഞുങ്ങളിലെ ഡെവലപ്മെന്റ് സ്റ്റേജ് ഒരു ചില ഏജുകളിൽ, ചില പീരീഡിൽ, ചില സർട്ടൻ ഏജ് പീരീഡിൽ സ്ലോ ആയിരിക്കും, ചില ഏജ് പീരീഡിൽ ഫാസ്റ്റ് ആയിരിക്കും. ഒക്കെ നമുക്ക് വരുന്നുണ്ട്. ഓരോ സ്റ്റേജിലും എങ്ങനെയാണ് ഡെവലപ്മെന്റ്, അത് ശരീരത്തിന്റെ മാത്രമല്ല ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഗ്രോത്ത്, ശരീരത്തിന്റെ വളർച്ചയും
മനസ്സിന്റെ വളർച്ച, അതായത് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നു, ഇന്റലക്ച്വൽ ഏരിയ ഡെവലപ്പ് ചെയ്യുന്നു, അങ്ങനെ പല സോഷ്യലൈസ് ചെയ്യുന്നത് ഡെവലപ്പ് ചെയ്യുന്നു അല്ലെ. പണ്ട് അധികം ആരോടും മിണ്ടാത്ത ഒരാളായിരിക്കും, പിന്നെ കാണുമ്പോൾ ഇപ്പൊ നന്നായി സംസാരിക്കുന്നുണ്ടല്ലോ എന്ന് പറയാറില്ലേ ചില കുട്ടികളെ കുറിച്ച്. ആണ് സോഷ്യലൈസ്, ആ സോഷ്യൽ ഡെവലപ്മെന്റ് വരുന്നത്. പിന്നെ ഇമോഷൻസ് കൺട്രോൾ ചെയ്യാനായിട്ട് പഠിക്കുന്നു, ഇമോഷണൽ ഡെവലപ്മെന്റ്. ഓക്കെ, സോ ഈ ഒരു കുട്ടിക്ക് ഇങ്ങനെയൊരു എൻവയോൺമെന്റിൽ ഡെവലപ്പ് ആകാനായിട്ട് അവന്റെ ഉള്ളിൽ തന്നെ 2 ടൂൾസ് ഉണ്ട്. അത് ഏതൊക്കെയായിരുന്നു? അബ്സോർബൻ മൈൻഡും സെൻസിറ്റീവ് പീരീഡും അല്ലെ. അബ്സോർബൻ മൈൻഡ് എന്തും അബ്സോർബ് ചെയ്യുന്നു. ഒരു സ്പഞ്ച് വെള്ളത്തിലിട്ട് വെള്ളം അബ്സോർബ് ചെയ്യുന്ന പോലെ തന്നെ കുട്ടി അങ്ങ് അബ്സോർബ് ചെയ്യുക ചുറ്റും കാണുന്നത്. ഹീ സെൻസിറ്റീവ് ടു ദ സറൗണ്ടിങ്സ്. ചുറ്റുപാടുമായിട്ട് സെൻസിറ്റീവ് ആണ്, കാണുന്നു, കേൾക്കുന്നു അല്ലെ. ഓടിച്ചാടി പോയിട്ട് ഓരോന്ന് എടുക്കുന്നു, അത് മണത്ത് നോക്കുന്നു, ടേസ്റ്റ് ചെയ്ത് നോക്കുന്നു, അങ്ങനെ എന്തും നടക്കട്ടെ എല്ലാ രീതിയിലും സെൻസിറ്റീവ് ആണ് ആ ഒരു സറൗണ്ടിങ്സ്, ആ ഒരു എൻവയോൺമെന്റുമായിട്ട്. അപ്പൊ അബ്സോർബൻ മൈൻഡ് ആൻഡ് സെൻസിറ്റീവ് പീരീഡ് ആണ് ഇന്റേണൽ എയ്ഡ്സ്, കുട്ടിയുടെ ഡെവലപ്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്ന ഇന്റേണൽ എയ്ഡ്സ്. പിന്നെ ഏതൊക്കെ കണ്ടീഷൻസ് ആണ് ഒരു ചൈൽഡ് ഡെവലപ്മെന്റിന് നമുക്ക് വേണ്ടത്? പോസിറ്റീവായിട്ട് വേണ്ടുന്ന കണ്ടീഷൻസ് ഏതൊക്കെയാണ്? നല്ലൊരു എൻവയോൺമെന്റ് അല്ലെ, നല്ലൊരു നറിഷിങ് എൻവയോൺമെന്റ്, കുഞ്ഞിന് വളരാൻ പറ്റുന്ന നല്ലൊരു എൻവയോൺമെന്റ്. മറന്നുപോയോ? വായിക്കാറില്ലേ ഇങ്ങനെ? ഫ്രീഡം, കുട്ടിക്ക് ഫ്രീഡം, ആവശ്യത്തിനുള്ള ഫ്രീഡം, അല്ലാണ്ട് ഭയങ്കരമായ ഫ്രീഡം കൊടുക്കല്ല, ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ്. അതാണ് മോണ്ടിസോറി പറയുന്നത്. എന്നൊരു പട്ടം പോലെ തന്നെ കൺട്രോൾ നമ്മുടെ കയ്യിലായിരിക്കണം. ബട്ട് അറിയരുത് ഞാൻ ഇങ്ങനെ ഒരു കൺട്രോളിലാന്ന് മനസ്സിലാവരുത്. കുട്ടി എൻജോയ് ചെയ്യണം കിട്ടിയ ഫ്രീഡം. ഐ എം ഫ്രീ ടു ഡു, ഐ വിഷ് ടു ഡു, ആ ഒരു രീതിയിൽ എൻജോയ് ചെയ്യണം. പിന്നെ ഈ ഫ്രീഡം എന്ന് പറയുന്നത്, ഈ ഒരു ഫ്രീഡം കുട്ടിയുടെ ഗ്രോത്ത് ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യുന്നു. പിന്നെ അവന്റെ ഉള്ളിലുള്ളത് മുഴുവനും റിവീൽ ചെയ്യാൻ, അവന് ഓപ്പൺ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ, പറയാൻ. അല്ലെങ്കിൽ നമ്മൾ ഫ്രീഡം കൊടുക്കുന്നില്ല, ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ട് വളർത്തുന്ന ഒരു കുട്ടി ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റാതെ ഇങ്ങനെ വീർപ്പും മുട്ടിയായിരിക്കും കഴിയുന്നല്ലേ. അപ്പൊ അവനെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നു. അതാണ് ഫ്രീഡം കൊടുക്കുന്നതുകൊണ്ടുള്ള കാര്യം. നമ്മൾ ലോ ഓഫ് ഇൻഡിപെൻഡൻസ് ആണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. നമുക്കറിയാം ജനിച്ച ഉടനെ തന്നെ അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഒരു 10 months ഒക്കെ കഴിഞ്ഞിട്ട് 1 year ഒക്കെ ആവാറാകുമ്പോഴേക്കും തുടങ്ങൂലേ ഇൻഡിപെൻഡന്റ് ആവാനായിട്ട്. ഞാൻ ചെയ്യാം, ഭക്ഷണം ഞാൻ കഴിച്ചോളാം പറഞ്ഞിട്ട് തന്നെ ചെയ്യാൻ നോക്കും. ഡ്രസ്സ് ഞാൻ ഇട്ടോളാം, അല്ലെങ്കിൽ തന്നെ ഇഷ്ടം ഉണ്ടാവും ഒരു ഡ്രസ്സ്, അത് പോയി എടുത്തോണ്ട് വന്ന് ഇടും. ഷൂ തന്നെ ഇടാം, അതൊക്കെ അത് തന്നെ ഇടണം. പലപ്പോഴും ലെഫ്റ്റും റൈറ്റും തിരിഞ്ഞു പോകും, എന്നാലും അവരുടെ കറക്റ്റ് ഓർഡർ അതാണ്. സോ അങ്ങനെ ഒരു ഇൻഡിപെൻഡന്റ് ആവാൻ തുടങ്ങും. ലോ ഓഫ് ഇൻഡിപെൻഡൻസ്. ഓക്കെ, നെക്സ്റ്റ് അതാണ്. ആരെ ഒന്ന് റീഡ് ചെയ്യാം? നമുക്ക് എവിടെ റീഡ് ചെയ്യണം? നെക്സ്റ്റ് പേജില് മറിയ മോണ്ടിസോറി മെന്റ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞ് തുടങ്ങുന്ന ഒരു പാരഗ്രാഫ് ഉണ്ട്. അത് തീരുന്നവരെ പവർ ടു തിങ്ക് ആൻഡ് റീസൺ, അതുവരെ ആരെങ്കിലും ഒന്ന് റീഡ് ചെയ്യാമോ? Law of independence. Little children, from the moment they are weaned and making their way towards independence. In their childhood, children fight for independence. Through the process of evolution, the child earns more independence and uses this to allow his own inner guide for his actions. For Montessori, the attainment of independence is needed to the child's normal development. No one can be free unless he is independent. The child uses his independence to hear to his own inner guide for actions that can be useful to him. In fact, he who is served is controlled in his independence. We habitually serve children, and this is not an only act of servility towards them, but it is dangerous since it tends to suffocate their useful, spontaneous activity. Maria Montessori meant independence as a biological term. To be independent, one must function without the instant help of others. In human development, the achievement of successive grades of independence corresponds to experience such as learning to walk, talk, reason, and so forth. No animal, however independent, can be free in the sense which a man can achieve freedom, for the independence of choice is bound with the power of think
and race. So, law of independence. ചെറുതായിരുന്നപ്പോ നമ്മൾ പറഞ്ഞു കുട്ടികൾക്ക് പല കാര്യങ്ങൾക്കും ഡിപ്പെൻഡന്റ് ആവേണ്ടതായിട്ട് വരുന്നു. പക്ഷെ കുറച്ചങ്ങ് വളർന്നു കഴിയുമ്പോൾ ഒരു മൊമെന്റിൽ എത്തൂലേ, അവർ ആ ഡിപ്പെൻഡൻസിന്ന് ഫ്രീ ആകുന്ന ടൈം, തന്നെത്താനെ കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നത്. അതായത് ദേ ആർ വീൻഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫ്രീഡ് ഓഫ് ഡിപ്പെൻഡൻസ്. അതായത് ഡിപ്പെൻഡന്റ് ആയി ജീവിച്ചിരുന്നതിൽ നിന്നും അതിൽ നിന്നും ഫ്രീ ആകുന്ന ആ ഒരു മൊമെന്റ് എന്ന് പറഞ്ഞാൽ അവർ തന്നെ കാര്യങ്ങൾ ഇൻഡിപെൻഡന്റ് ആയിട്ട് ചെയ്യാൻ തുടങ്ങുന്ന, അങ്ങനെ അവിടെ നിന്നാണ് അവരുടെ ഇൻഡിപെൻഡൻസിലേക്ക് അവരുടെ വഴി തുടങ്ങുന്നത്. ഓക്കെ, പലപ്പോഴും ചെറുപ്പത്തിൽ അവര് ഫൈറ്റ് ചെയ്യും ഇൻഡിപെൻഡന്റ് ആവാനായിട്ട്. പലപ്പോഴും അമ്മമാരെ സമ്മതിക്കില്ലല്ലേ തന്നെ ഭക്ഷണം കഴിക്കാന്ന് പറയുമ്പോൾ, കാരണം അവർ ഉദ്ദേശിക്കുന്നത് കുട്ടിയുടെ അകത്തേക്ക് ഒന്നും പോകില്ല, കുറെ താഴെ പോകും, കുറച്ചകത്ത് പോകും, കുറെ പൂച്ചയ്ക്ക് കൊടുക്കും, കുറെ കാക്കയ്ക്ക് കൊടുക്കും, കുറെ അവിടെ ഇടും. അങ്ങനെ ഭക്ഷണം കൊടുത്തു കഴിഞ്ഞാൽ മുഴുവനും അവരുടെ വിശപ്പിന് ആവശ്യമുള്ളത് അവരുടെ ഉള്ളിലേക്ക് പോകില്ല. പിന്നെ ഡ്രസ്സ് ശരിയായി ചിലപ്പോൾ ഇട്ടെന്ന് വരില്ല, ഷൂ ശരിയായിട്ടൊന്നും വരില്ല. അപ്പൊ അങ്ങനെ വരുമ്പം അമ്മമാര് പൊതുവെ കെയർ ഗിവേഴ്സ് എന്താ ചെയ്യുക, കുട്ടിയെ പെർഫെക്റ്റ് ആയിട്ട് ഇതാക്കി കൊടുക്കണം. ശരിക്കും ഭക്ഷണം ചെയ്യുന്നതിന് വിശക്കും, അങ്ങനെയുള്ള രീതിയിൽ ഇവര് സമ്മതിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് കുട്ടികൾ പലപ്പോഴും തന്നെത്താനെ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ വാശി പിടിക്കുന്നത്. ഫൈറ്റ് ഫോർ ഇൻഡിപെൻഡൻസ്. ഓക്കെ, അങ്ങനെ ഈ ഇൻഡിപെൻഡന്റ് ആകാനായിട്ട് ഒരു കുട്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം നമ്മുടെ ഉള്ളിലൊക്കെ ഒരു ഏർജ് ഉണ്ട്, ഒരു ത്വരാന്ന് നമ്മൾ മലയാളത്തിൽ പറയില്ലേ. നമ്മൾ എന്ത് നെക്സ്റ്റ് മൊമെന്റ് ചെയ്യണം എന്ന് someone is guiding us, അല്ലെ? അതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളിലും എന്ത് ചെയ്യണം എന്നുള്ളത് ആരോ ഇങ്ങനെ ഗൈഡ് ചെയ്തോണ്ടിരിക്കുക. ഓക്കെ, നമ്മൾ പറയില്ലേ, ആരോ എന്റെ ഉള്ളിൽ ഇങ്ങനെ പറഞ്ഞു, അതാണ് ഞാൻ അങ്ങനെ ചെയ്തത്, അല്ല അതാണ് ഞാൻ അങ്ങനെ പോയത്, അതാണ് ഞാൻ ഈ കോഴ്സ് എടുത്തത്. ഓക്കെ, എന്റെ ഉള്ളിൽ നിന്ന് ആരോ എന്നോട് ഇങ്ങനെ പറഞ്ഞു, ദിസ് ഇസ് റൈറ്റ്, ദിസ് ഇസ് റൈറ്റ്, ദിസ് ഈസ് റോങ് എന്നുള്ളത്. അത് എല്ലാ മനുഷ്യരിലും ഉണ്ട്. അങ്ങനെ ഒരു ഏർജ്, അങ്ങനെ ഒരു ഫോഴ്സ്, സം ഫോഴ്സ് ഇസ് ഇൻസൈഡ്. ആ ഫോഴ്സിനെ കുറിച്ച് നിങ്ങൾ ലാസ്റ്റ് യൂണിറ്റിൽ പഠിക്കും കേട്ടോ. മോണ്ടിസോറി ടേംസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു യൂണിറ്റ് ഉണ്ട്, അതിൽ പഠിക്കും വാട്ട് ഫോഴ്സ് ഇസ് ഗൈഡിങ് അസ്. അത് നിങ്ങൾക്ക് മനസ്സിലാവും. ഹോം എന്നാണ് ആ ഒരു ഫോഴ്സിന്റെ പേര്. ആ ഒരു HORME, ആ ഹോമാണ് നമ്മളെ പ്രഷറൈസ് ചെയ്യുന്നത്. ഡു ലൈക്ക് ദിസ്, ഡു ലൈക്ക് ദാറ്റ് വേ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ കുട്ടികളുടെ ഉള്ളിലുണ്ട്, അഡൽട്സിന്റെ ഉള്ളിൽ മാത്രമല്ല കുഞ്ഞുങ്ങളുടെ ഉള്ളിലുണ്ട് എന്ത് ചെയ്യാനുള്ള ഒരു ആജ്, ത്വരാന്ന് മലയാളത്തിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് ഇവരെ ഗൈഡ് ചെയ്യുന്നത്. അവരുടെ ഓരോ ആക്ഷൻസ്, ഓരോന്ന് ചെയ്യുന്നത് ആ ഇന്നർ ഫോഴ്സ് ആണ് അവരെ ഗൈഡ് ചെയ്യുന്നത്. അവരെ മാത്രമല്ല എല്ലാരെയും ഗൈഡ് ചെയ്യുന്നത്. മറിയം മോണ്ടിസോറി പറയുന്നത് ആ ഒരു ഇൻഡിപെൻഡൻസ് നമ്മൾ ചെയ്യാനായിട്ട്, ഇൻഡിപെൻഡന്റ് ആവാനായിട്ട് കുട്ടിയെ നമ്മൾ പെർമിറ്റ് ചെയ്യണം എന്നാണ്. നമ്മൾ കുട്ടിയെ അത് തടസ്സപ്പെടുത്തരുത്. തടസ്സപ്പെടുത്തുന്ന അവന്റെ നോർമൽ ഡെവലപ്മെന്റിന് തടസ്സമാകും. ആ ഇൻഡിപെൻഡൻസ് അവന് കിട്ടുവാണെങ്കിൽ അവന്റെ ഡെവലപ്മെന്റ്, നോർമൽ ഡെവലപ്മെന്റ് ഈസി ആയിട്ട് നടക്കും. അതാണ് മറിയം മോണ്ടിസോറി പറയുന്നത് ലോ ഓഫ് ഇൻഡിപെൻഡൻസ് പറയുന്നത്. നമ്മൾ ഒരു കുഞ്ഞൊരു കാര്യം തന്നെ ചെയ്യാൻ പോകുമ്പോൾ നീ ചെയ്യണ്ട, നീ ചെയ്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞ് നമ്മളെ തടസ്സപ്പെടുത്തുമ്പോൾ കുട്ടിയുടെ ഡെവലപ്മെന്റിനെ അറസ്റ്റ് ചെയ്യുവാണ്. നോർമൽ ഡെവലപ്മെന്റിന്, ഒരു കുട്ടിയുടെ നോർമൽ ഡെവലപ്മെന്റിന് ഇൻഡിപെൻഡൻസ് നെസസറി ആണെന്നാണ് മോണ്ടിസോറി പറയുന്നത്. ആരും ഫ്രീ ആവില്ല അൺലെസ് ഹീ ഈസ് ഇൻഡിപെൻഡന്റ്. ഒരു ഇൻഡിപെൻഡന്റ് ആയാൽ മാത്രമാണ് നമ്മൾ ഫ്രീ ആവുള്ളൂ. നമ്മൾ തന്നെ നോക്കുക, നമ്മൾ ഒരു കാര്യം ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു, അപ്പോ നമ്മളെ ആരെങ്കിലും ഒന്ന് തടസ്സപ്പെടുത്തിയാൽ നമ്മൾ എന്തൊരു ഫ്രസ്ട്രേറ്റഡ് ആവും അല്ലെ? നമ്മുടെ മത്സ്യത്തൊട്ടാഴിലെ ഗംഗ അല്ലിക്ക് ആഭരണങ്ങൾ വാങ്ങാൻ പോകണ്ടെന്ന് പറഞ്ഞപ്പോ ഫ്രസ്ട്രേറ്റഡ് ആയി നാഗവല്ലി ഫോം ചെയ്തില്ലേ? ആ ഒരു രീതിയിൽ നമുക്കും ആ ഒരു ഫ്രസ്ട്രേഷൻ വരും. ലൈക്ക് ചെയ്യരുത് എന്ന് പറയുമ്പോഴേക്കും നമുക്കും കൂടെ നമ്മൾ ചെയ്യാനായിട്ട് ഭയങ്കര ആഗ്രഹിച്ചിരിക്കുമ്പോഴായിരിക്കും ചെയ്യരുതെന്ന് പറഞ്ഞ ആരെങ്കിലും വരുന്നത്. അത് നമ്മളെ ഭയങ്കര ബുദ്ധിമുട്ടിലാക്കും. കുഞ്ഞുങ്ങളുടെ കാര്യവും അങ്ങനെ തന്നെയാണ്. അത് അവരുടെ നോർമൽ ഡെവലപ്മെന്റിന് അവര് ബുദ്ധിമുട്ടാക്കുക. അതാണ് അവർ ഫൈറ്റ് ചെയ്യുന്നത് ഫോർ ഇൻഡിപെൻഡൻസ്. അപ്പൊ അവന്റെ ഇന്നർ ഗൈഡ്സ് ആണ് അവനെ ഈ ആക്ഷൻസ് ചെയ്യാനായിട്ട് അവനെ ഇങ്ങനെ ഇൻസ്പയർ ചെയ്തുകൊണ്ടിരിക്കുവാണ്. അവന് യൂസ്ഫുൾ ആണ്, അവന്റെ ഡെവലപ്മെന്റിന് അത് ആവശ്യം തന്നെയാണ്.
പക്ഷെ ചില സമയം നമുക്ക് ക്ഷമ കിട്ടൂല മാം. അതെനിക്ക് മനസ്സിലാവും. എന്റെ 3 വയസ്സായ മോൾക്ക് ഇപ്പോഴേ സെലക്ഷനാ. എവിടെയെങ്കിലും പോണെങ്കിൽ അപ്പൊ തന്നെ ഡ്രസ്സ് എടുത്ത് പിടിക്കും. എനിക്ക് ഇത് മതി എന്ന് പറഞ്ഞാൽ പിന്നെ അതിന്ന് വിടൂല. നമ്മളത് ഇട്ട് കൊടുക്കേണ്ടി വരും. അതാണ്. അപ്പൊ അവർക്ക് ആ ഒരു ഫ്രീ ഓഫ് ചോയ്സ് അല്ലെ, അവരുടെ ചോയ്സ് അതാണ്. ചില ഡ്രസ്സൊക്കെ അത് തന്നെ മതി എപ്പോഴും പോകുമ്പോ. അവർക്ക് നല്ല ഒരു ഫംഗ്ഷനൊക്കെ നല്ല ഡ്രസ്സൊക്കെ വാങ്ങിച്ചിട്ടുണ്ടാവും, പക്ഷെ അവർക്ക് ആ ഒരെണ്ണം മതി. എന്താന്നറിയോ, അത് ഭയങ്കര ഇഷ്ടമായിരിക്കും. ഇത് സെയിം തന്നെ ഞാൻ എന്റെ മോളില് കണ്ടിട്ടുണ്ട്. അത് അവളുടെ പോലും അളവുള്ളതല്ല, വേറെ കസിൻസിന്റെ ആരോ വലിയ ഡ്രസ്സ് പാദത്തിൽ ഇങ്ങനെ മുട്ടി ഇങ്ങനെ കിടക്കും. ആ ചെറുപ്രായത്തിൽ ആ കുട്ടിക്ക് ആ ഡ്രസ്സ് തന്നെ മതി, എവിടെ പോയാലും ആ ഡ്രസ്സ് തന്നെയാണ്. അമ്മ ഇങ്ങനെ പറയുന്നു, ഇത് നമ്മൾ നാളേക്ക് ഒരു ഷാബി ആയിട്ട് തോന്നുന്ന ഒരു ഡ്രസ്സ്, ഒരു മാരേജിനൊക്കെ പോകുമ്പോ അത് മതി. ഓക്കെ. പിന്നെ നമ്മള് ഇവരെ സപ്രസ് ചെയ്യുമ്പോൾ ശരിക്കും അതൊരു അവരുടെ ഡെവലപ്മെന്റിനെ അറസ്റ്റ് ചെയ്യുന്നതാണ്. അവരെ സഫോക്കറ്റ് ചെയ്യുന്നു. ശരിക്കും അവരിൽ വരുന്ന സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ആക്ടിവിറ്റി ഒക്കെ നമ്മൾ തടസ്സപ്പെടുത്തുക, സഫോക്കേറ്റ് ചെയ്യും. അതൊക്കെ ഡേഞ്ചറസ് ആണ്, അങ്ങനെ ചെയ്യരുത് എന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. പിന്നെ പലപ്പോഴും കുട്ടികൾക്ക് ഇൻഡിപെൻഡന്റ് ആകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് വേറൊരാളുടെ സഹായമില്ലാതെ ആക്ഷൻസ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, 1 വയസ്സായ ഒരു കുട്ടിക്ക് തന്നെ കുളിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, ആ ഒരു ആക്സെപ്റ്റൻസ് അല്ലേ. കാരണം അത് നമ്മള് ഒരു പ്രായം വരെ നമ്മൾ തന്നെയായിരിക്കും അവരെ കുളിപ്പിക്കുന്നത്. പിന്നെ പതുക്കെയാണ് അവർ തന്നെ കുളിക്കാനായിട്ട് പറയുന്നത്. പക്ഷെ ഇവര് വാശി പിടിക്കും, ഞാൻ കുളിച്ചോളാം എന്നുള്ള രീതിയിൽ വാശി പിടിക്കും. അത് നമ്മുടെ ഒരു ടാക്ടിക്സ് ആണ്, അവരെ എങ്ങനെ അതിലൂടെ നോർമലൈസ്ഡ് ആയിട്ട് കൊണ്ടുവന്ന് അങ്ങനെ ആ ഒരു ഏജില് അവർ തന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ലെറ്റ് ദം ഡു. അത് തന്നെയാണ് മോണ്ടിസോറി എൻവയോൺമെന്റിലും ചെയ്തിരിക്കുന്നത്. അതായത് മോണ്ടിസോറി എൻവയോൺമെന്റില് 3 to 6, ഞാൻ എൻവയോൺമെന്റ് എന്ന് ഉദ്ദേശിക്കുന്ന ക്ലാസ് റൂം ആണ് കേട്ടോ. പാർട്ട് 7 യൂണിറ്റ് 7 വരുന്നുണ്ട് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ്. അത് ക്ലാസ് റൂം ആണ്. ശരിക്കും ക്ലാസ് റൂമിനെ മറിയ മോണ്ടിസോറി പറയുന്നത് മോണ്ടിസോറി പ്രിപ്പയർഡ് എൻവയോൺമെന്റ് എന്നാണ്. അവിടെ ഈ നമുക്ക് പ്രാക്ടിക്കൽ ഏരിയ ഉണ്ട്. പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ എന്ന് പറഞ്ഞാൽ നത്തിങ് ബട്ട് നമ്മുടെ കിച്ചൺ. നമ്മൾ കിച്ചണിൽ എന്തൊക്കെ ചെയ്യുന്നു ആ ഒരു ഏരിയ ആണ്. അത് അവിടെ മൈക്രോവേവ് ഓവൻ ഉണ്ടാവും, കുക്ക് ചെയ്യാനുള്ള സ്ഥലം ഉണ്ടാവും, പിന്നെ നിറയെ ഫ്രൂട്ട്സ് വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടാവും. അത് കട്ട് ചെയ്യാൻ നൈഫ് ഉണ്ടാകും, പിന്നെ ലൈം ജ്യൂസ് ഉണ്ടാക്കാനായിട്ടുള്ള സാമഗ്രികളൊക്കെ അവിടെ ഉണ്ടാവും. അപ്പൊ കുട്ടികൾ അവിടെ ലെമണേഡ് ഉണ്ടാക്കും, ലൈം ജ്യൂസ് ഒക്കെ ഉണ്ടാക്കും. പിന്നെ അതുപോലെ തന്നെ ഫ്രൂട്ട്സ് കട്ട് ചെയ്യും. പിന്നെ നൈഫ് എടുത്ത് കട്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ ഡേഞ്ചറസ് ആണ്. ബട്ട് അത് പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണമെന്നാണ് മറിയ മോണ്ടിസോറി പറയുന്നത്. ഓവനിലെ കുട്ടികളെ കൊണ്ട് കുക്കീസ് ഉണ്ടാക്കിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. അപ്പൊ ഇതിങ്ങനെ ചെയ്യണമെങ്കിൽ അപ്പൊ നമ്മളൊന്ന് ആലോചിക്കുക, നമ്മൾ അഡക്ട്സ് ആണെങ്കിലും നമ്മളുടെയും കൈ മുറിയാറില്ലേ. മേ ബി നമ്മൾ അതുകൊണ്ടായിരിക്കും കോൺഷ്യസ് കേട്ടോ, കുട്ടികളുടെ മുറിഞ്ഞാലോ അവര് ശ്രദ്ധിച്ചില്ലെങ്കിലോ. പക്ഷെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, അവർ ഇത് കത്തി ഇങ്ങനെയുള്ള കാര്യമാണ്, ഇത് മുറിയും എന്ന് പറഞ്ഞ് മനസ്സിലാക്കി അവര് വളരെ ക്ഷമയോടെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുള്ളൂ. അവർക്ക് ഒരു ഹാമും ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. നമ്മുടെ ഒബ്സർവേഷനിൽ വേണം കേട്ടോ, കൊടുത്തിട്ട് അങ്ങ് പോവല്ല ചെയ്യേണ്ടത്. നമ്മുടെ ഒബ്സർവേഷനിൽ വേണം അവർ ചെയ്യാൻ. ബട്ട് ദേ ഫീൽ ലൈക്ക് ഐ ഹാവ് ദ ഫ്രീഡം ടു ഡു ദിസ്. അത് തോന്നണം അവർക്ക്. നമ്മൾ ഒബ്സർവ് ചെയ്യണം, കാരണം ഡേഞ്ചറസ് സോൺ ആണ് ഈ കത്തി, ഗ്ലാസ് പ്ലേറ്റ് ഒക്കെ ഹാൻഡിൽ ചെയ്യാൻ അവരെ നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ജഗ്ഗില് വെള്ളം ഫില്ല് ചെയ്യാം. ജഗ്ഗില് വെള്ളം ഫില്ല് ചെയ്യുമ്പോൾ പലപ്പോഴും സ്പിൽ ഔട്ട് ആയി പോകാനുള്ള ചാൻസസ് ഉണ്ടല്ലേ. അപ്പൊ അടുത്ത് മോപ്പ് ചെയ്യാനുള്ള, തുടയ്ക്കാനുള്ള ഒരു നല്ല നീറ്റ് ആയിട്ടുള്ള ക്ലോത്ത് റെഡിയാക്കി വെക്കുക. അപ്പൊ അവർക്കറിയാം വെള്ളം പുറത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ അത് ഞാൻ എങ്ങനെ തുടച്ച് നീറ്റ് ആക്കണം, ക്ലീൻ ചെയ്യണം. അപ്പൊ ഓരോന്നും അവർ പഠിക്കുവാണല്ലോ അതിന്റെ ഇപ്പം. ഇനി നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ലെവൽ അവർക്ക് കൂട്ടാനായിട്ട് നമുക്ക് വേണമെങ്കിൽ ചില മെറ്റീരിയൽസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കാം. നല്ല ഫണല് വെച്ച് കൊടുക്കാം ഈ വെള്ളം ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതിലൂടെയല്ലേ പോവുള്ളൂ, പുറത്തേക്ക് പോകില്ല. അപ്പൊ അങ്ങനെയുള്ള രീതിയിലൊക്കെ കൊടുക്കുമ്പോൾ കുട്ടി വളരെ കോൺഫിഡന്റ് ആകും. നമുക്കും ക്ഷമ വേണം, കാരണം നമ്മളെ സംബന്ധിച്ച് ജഗ്ഗില് വെള്ളം ഫില്ല് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഫില്ല് ചെയ്യാന്നുള്ള ആ ഒരു ടാസ്ക് മാത്രമേ നമ്മുടെ ഉള്ളിലുള്ളൂ. നമ്മൾ അതിൽ വലിയ എൻജോയ്മെന്റ് ഒന്നും കാണുന്നൊന്നുമില്ല. നമുക്ക് ആ ടാസ്ക് വെള്ളം ആ ഒരു ജഗ്ഗിൽ നിറയ്ക്കണം. പക്ഷെ കുട്ടിയെ സംബന്ധിച്ച് അതിന്റെ ഓരോ പ്രോസസ്സും അവൻ എൻജോയ് ചെയ്യുവാണ്. എന്തോ എനിക്ക് അങ്ങനെ ഒരു പ്രിവിലേജ് കിട്ടിയ ഒരു സന്തോഷമാണ്. ഓ, എന്നെ ഏൽപ്പിച്ചല്ലോ ആ ജോലി, അമ്മ എന്നെ ഏൽപ്പിച്ചല്ലോ ആ ജോലി, അങ്ങനെ ഒരു സന്തോഷമായിരിക്കും. അപ്പൊ അത്
അവർ ആ ഓരോ മൊമെന്റും വെള്ളം എടുക്കുന്നതും വെള്ളം ഫില്ല് ചെയ്യുന്നതും അഥവാ ഇനി വെള്ളം പുറത്തു പോയിട്ടുണ്ടെങ്കിൽ മോപ്പ് വെച്ച് തുടയ്ക്കുന്നതും എല്ലാം അവൻ നല്ല കറക്റ്റ് ആയിട്ട് ചെയ്യും. അപ്പൊ കുട്ടിക്ക് ആ ഒരു പ്രോസസ്സ് തന്നെ അവൻ എൻജോയ് ചെയ്യും. അത് അവന്റെ ഡെവലപ്മെന്റിനെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ അങ്ങനെ ആ ഒരു രീതിയിൽ അവരെ പെർമിറ്റ് ചെയ്യുവാണ്. ഇറ്റ്സ് നോട്ട് ലൈക്ക് പെർമിഷൻ, അവർ ചെയ്യേണ്ട കാര്യങ്ങൾ തന്നെയാണ്. അത് അവരുടെ ഡെവലപ്മെന്റിന് നല്ല പോലെ മുന്നോട്ട് കൊണ്ടുപോകുന്നാണ് പറയുന്നത്. അനിമൽസ് തന്നെത്താനെയാണല്ലോ അവർ ജനിച്ച് ഉടനെ പല കാര്യങ്ങളും ചെയ്യുന്നത്. അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾക്കും ആ ഒരു ഫ്രീഡം അച്ചീവ് ചെയ്യേണ്ടതുണ്ട്. അനിമൽ ബേബീസ് ജനിച്ച ഉടനെ തന്നെ അവര് ചാടിത്തുള്ളി പോകുന്നു, അവർക്ക് ഇഷ്ടമുള്ള പോകുന്ന ഓടി വന്ന് പാല് കുടിക്കുന്നു, അങ്ങോട്ട് പോകുന്നു, കളിക്കുന്നു, എല്ലാം അല്ലേ. അപ്പൊ കുട്ടികളെ നമ്മളിങ്ങനെ സപ്രസ് ചെയ്ത് എത്ര ഏജ് വരെ വെക്കും? അവരെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ചെയ്യണ്ട 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 എന്ന് എത്ര വരെ വെക്കും? അപ്പൊ അഡൾട്ട് ആവുമ്പോഴേക്കും അവർക്ക് ആ ഒരു സെൽഫ് എസ്റ്റീം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഒന്നും തന്നെ ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഞാൻ ചെയ്ത എല്ലാം തെറ്റാവും. കാരണം ചെറുപ്പം തുടങ്ങി കേട്ടിരിക്കണ അതാ, നീ ചെയ്താൽ ശരിയാവില്ല, നീ ചെയ്താൽ ശരിയാവില്ല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഡയലോഗ് അങ്ങനെ ചെറുപ്പം മുതലേ കേട്ടിട്ട് അപ്പൊ അവന്റെ സെൽഫ് എസ്റ്റീം നഷ്ടപ്പെട്ടു, സെൽഫ് റെസ്പെക്റ്റും ഉണ്ടാവില്ല, അവന്റെ കോൺഫിഡൻസ് അതും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ഓരോരോ ഏജ് ആവുമ്പോൾ അവനിൽ ഒട്ടും കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഞാൻ ചെയ്താൽ ശരിയാവില്ല, ഒന്നും ഞാൻ ചെയ്താൽ ശരിയാവില്ല. അപ്പൊ ആ കുട്ടിക്ക് ഏതെങ്കിലും ഒരു ഫീൽഡിൽ ഷൈൻ ചെയ്യാൻ പറ്റുമോ? അല്ല, അവന് കോൺഫിഡൻസ് ഇല്ല. ഞാൻ എവിടെ പോയാലും ഞാൻ ചെയ്യാറില്ല, ലൈക്ക് ഐ എം എ ഫൂൾ എന്നുള്ള രീതിയിൽ ആയിരിക്കും കുട്ടി ജീവിക്കുന്നത്. ഓക്കെ, മേ ബി ആ ഒരു രീതിയിലൊക്കെ കുഞ്ഞിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ആ കുട്ടിയെ എന്ത് മുറിവേൽപ്പിക്കും. എന്തൊരു പൊട്ടനാ നീ എന്നൊക്കെ ചില പാരന്റ്സ് പറയണ കേൾക്കാറുണ്ട്. അങ്ങനെ ആ ഒരു രീതിയിൽ അങ്ങനെയൊക്കെ ഒരു വാക്കൊക്കെ കേൾക്കുമ്പോഴേക്കും അത് ഭയങ്കരമായിട്ട് അവരെ മുറിവേൽപ്പിക്കും. അപ്പൊ ആ ഒരു ട്രോമാറ്റിക് ലൈഫായിരിക്കും അങ്ങനെ കുട്ടികൾ പോകുന്നത്. അപ്പൊ അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സോ ലെറ്റ് ദം ഇൻഡിപെൻഡന്റ്. അവർ വെള്ളം ഒഴിച്ചോട്ടെ, വെള്ളം കുറെ തെറിച്ച് വീഴും, അപ്പൊ തുടയ്ക്കാം. അപ്പൊ തെറിക്കാതിരിക്കാൻ ഒരു മെത്തേഡ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ പിന്നെ അവരത് ശ്രദ്ധിക്കുമല്ലോ. ഓക്കെ, ഇപ്പൊ കൈ മുറിയാതെ എന്തോ ഒരു സാധനമൊക്കെ ടൂൾസ് ഒക്കെ കിട്ടില്ലേ, ഇങ്ങനെ വെച്ച് മുറിക്കുമ്പോഴേക്കും കത്തി കയ്യിൽ കൊള്ളാതെ കയ്യിൽ ഇങ്ങനെ ഒരു ഷീൽഡ് പോലെ അല്ലെങ്കിൽ ഫിംഗർ ക്യാപ്പ്, കുഞ്ഞു വിരലിൽ പറ്റുന്ന ഫിംഗർ ക്യാപ്പ് ഉണ്ടാവില്ല, അതിന് പകരം എന്തൊരു സാധനമൊക്കെ ഇപ്പൊ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതൊക്കെ വെച്ചു കൊടുക്കാം. കൈ മുറിഞ്ഞാൽ വേദനയ്ക്കും ചോര വരും എന്നൊക്കെ ഉള്ളത് അവർ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ വളരെയധികം ശ്രദ്ധിക്കും നമ്മളെക്കാളും. ഗ്ലാസ് പ്ലേറ്റ്, ഗ്ലാസ്സുകള്, ഗ്ലാസ് ടംബ്ലേഴ്സ് ഒക്കെ നിലത്ത് വീണാൽ പൊട്ടും, അത് നാശമാകും, അത് അപകടം ഉണ്ടാക്കുന്നുള്ള മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർ വളരെ സൂക്ഷിച്ചായിരിക്കും കൊണ്ടുപോകുന്നത്. അഡൽട്സ് പറയുന്നത് കേട്ടാത്തൊന്നും അഡൽസിന്റെ കൈ മുറിയാറില്ല, അഡൽസിന്റെ കയ്യിൽ നിന്നും ഗ്ലാസ് താഴെ വീണ് പൊട്ടാറില്ല എന്നുള്ളത് നമുക്കും സംഭവിക്കുന്നതാണല്ലോ. താഴെ വീണ് പൊട്ടുന്നത് എന്റെ വീട്ടിലെ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് എന്റെ അടുത്തുനിന്നാണ്. പിള്ളേരുടെ കയ്യിൽ നിന്നൊന്നും പറ്റാറില്ല. അപ്പൊ അതുകൊണ്ട് ഇവരെടുത്ത പൊട്ടും, ഇവരെടുത്ത അങ്ങനെ പറ്റും ഇങ്ങനെ പറ്റും എന്ന് പറയുന്നതിന് യാതൊരു അർത്ഥമില്ല. അവർക്ക് ആ ഒരു അനിമൽ ബേബീസിന് കിട്ടിയ ആ ഒരു ഇൻഡിപെൻഡൻസ് തീർച്ചയായിട്ടും അവർക്ക് കിട്ടണം. കുറച്ച് വൈകിയാണ് കിട്ടുന്നത്, ബട്ട് ദേ ഹാവ് ടു. ഓക്കെ, സോ അതാണ്. നമ്മളെന്തെങ്കിലും പറഞ്ഞാല് അവർക്ക് ഭയങ്കര സന്തോഷമാണ്. ഞാനിപ്പം ഷോപ്പിൽ പോയി വെജിറ്റബിൾസ് ഒക്കെ കൊണ്ടുവന്ന് ഞാൻ പറയും അമ്മേനെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ, ഷീസ് 2.5 now, ബട്ട് ഞാൻ പറയും അമ്മേനെ ഒന്ന് ഹെൽപ്പ് ചെയ്യോ ബോക്സിലാക്കാൻ. അപ്പൊ ഈ കോവയ്ക്കൊക്കെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ പെറുക്കി ബോക്സിലാക്കി കഴിഞ്ഞാൽ ഭയങ്കര എന്തോ ഒരു സംഭവം, ഭയങ്കര ഹാപ്പി ആയിരിക്കും. നമ്മളങ്ങോട്ട് ചോദിക്കുമ്പോ അവർ ഭയങ്കര ഹാപ്പി ആയിരിക്കും മാം. എനിക്ക് തോന്നുന്നു ഒരു ചോക്ലേറ്റ് കൊടുത്ത് കിട്ടുന്ന സന്തോഷത്തിനേക്കാളും ഭയങ്കര സന്തോഷമായിരിക്കും അവർക്ക്. അവർ ചെയ്തു, യെസ് ഐ എം ഗുഡ് എന്നുള്ളൊരു ഫീൽ, അവർ സെൽഫ് പാറ്റ് ചെയ്യും, ഐ എം ഗുഡ് എന്നുള്ളൊരു ഫീൽ അവർക്ക് വരും. അതാണ് വേണ്ടത്. മോണ്ടിസോറി മെത്തേഡില് റിവാർഡ്സ് ഇല്ല, പണിഷ്മെന്റ് ഇല്ല, ഗ്രേഡ്സ് ഇല്ല, മാർക്സ് ഇല്ല, പോയിന്റ്സ് ഇല്ല. അവർ എന്ത് ആക്ടിവിറ്റി ആണോ ചെയ്യുന്നത് അത് ഫുൾഫില്ല് ചെയ്ത് കഴിയുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഹാപ്പിനെസ്, അതാണ് അവരുടെ റിവാർഡ്. കറക്റ്റ് അല്ലേ? നമ്മളൊരു ഇനി അതൊന്നും ചെയ്യണ്ട, പകരം ഈ ചോക്ലേറ്റ് കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ചെയ്തപ്പോ കിട്ടിയ സന്തോഷം ആ ചോക്ലേറ്റ് കിട്ടുമ്പോൾ ഉണ്ടാവില്ല. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പൊ നിങ്ങളിത് അപ്ലൈ ചെയ്യുക നിങ്ങളുടെ സ്വന്തം ലൈഫിലും. നമ്മള് ഒന്നോ രണ്ടോ നമ്മളുടെ സ്വന്തം കുട്ടികളെ മാത്രമല്ലല്ലോ നോക്കാനായിട്ട് പോകുന്നത്, കുറേ കുട്ടികൾ നമ്മളുടെ കയ്യിലേക്ക് വരും. സോ അവരെല്ലാം നമ്മളുടെ കൂടെ സെക്യൂർ ആണെന്ന് നമ്മൾ ഉറപ്പാക്കണം. അത് ശരിയാണ്, നമ്മൾ അവരെ അപ്രീഷിയേറ്റ് ചെയ്യും കൂടെ വേണം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഞാനിപ്പോ എന്റെ മോളോട് കഴിഞ്ഞ ദിവസം ഞാനിവിടെ നിന്ന് കാർഡ്ബോർഡ് ഇപ്പം ഇതിന്റെ പഠിക്കുന്നതിന്റെ കുറെ കാര്യങ്ങളൊക്കെ ചെയ്യണായിരുന്നു. കാർഡ്ബോർഡ് ഫുള്ള് ഈ മുറി ഫുള്ള് കാർഡ്ബോർഡ് ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യുമ്പോ ചൂലെടുത്തിട്ട് വന്ന് ഇവിടെ ഒന്ന് അടിച്ചിട്ടാന്ന് പറഞ്ഞു. ആള് UKG-യിലാണ് ഇപ്പം. ചൂലെടുത്തിട്ട് വന്ന് ആ കാർഡ്ബോർഡ് ഫുള്ള് അടിച്ച് കൊണ്ടുപോയി
കത്തിക്കാൻ വേണ്ടിയിട്ട് അടുക്കളയിൽ കൊണ്ടുപോയി വെച്ചു. ഞാൻ പറഞ്ഞു അത് അടുക്കളയിൽ വെച്ചേക്കും, മഴയല്ലേ പുറത്തിട്ടാല് ശരിയാവില്ല, അപ്പൊ നമുക്ക് കത്തിച്ച് കളയാന്ന് ഫുൾ അടിച്ചു വാരി. അപ്പൊ ഞാൻ പറഞ്ഞു അമ്പോ എന്റെ മോള് നല്ല സൂപ്പറാണെന്നൊക്കെ പറഞ്ഞ ഭയങ്കര സന്തോഷം ആൾക്ക്. അപ്പോഴേക്കും എനിക്ക് ഭയങ്കര പ്രൗഡ് ഫീലിംഗ് ആണ് ആ സമയത്ത്. എന്തോ വലിയ കാര്യം ചെയ്ത പോലെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അത് ഭയങ്കര പിന്നീട് അവർക്ക് അത് ചെയ്യണം, അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് തോന്നും. ഇപ്പൊ ഇളയ കുട്ടിയാണെങ്കിലും തന്നെത്താനെ ഡ്രസ്സ് അംഗൻവാടി പോയി വന്നു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഞാൻ ഒരുക്കോളാം എന്നിട്ട് തന്നെത്താനെ ബട്ടൺസ് കൂരി ചെരുപ്പൊക്കെ തന്നെത്താനെ ഇട്ടിട്ടൊക്കെ പോവുള്ളൂ. വാട്ടർ ബോട്ടിലൊക്കെ തന്നെത്താനെ പിടിക്കുള്ളൂ. അത് നമ്മൾ മറ്റുള്ളവരോട് പറയുന്ന കേട്ടാൽ അവർ എക്സ്ട്രീംലി ഹാപ്പി ആവും മാം. ഞാൻ ഹസ്ബൻഡ് വന്നാൽ പറയും നിങ്ങൾക്കൊരു കാര്യം അറിയോ, ഇന്ന് ആമിയാണ് ഒറ്റയ്ക്ക് അമ്മേനെ ഹെൽപ്പ് ചെയ്ത് എന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ഹാപ്പി ആവും. അതെ. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. നിങ്ങൾ എല്ലാരും ആ ഒരു മാം എനിക്ക് തോന്നുന്നു ഞാൻ പറയുന്നത് ശരിയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ ഒരു ഏജ് മുതൽ നമ്മൾ കുട്ടികൾക്ക് ഇങ്ങനെ എസ് പറഞ്ഞിട്ട് നമ്മളെല്ലാം ഓക്കെ പറഞ്ഞിട്ട് അഡ്ജസ്റ്റ് ആയി പോന്നാല്, പക്ഷെ കുറച്ചൊരു ടൈം എത്തുമ്പോൾ നമ്മളൊരു സിറ്റുവേഷനിൽ നോ പറയേണ്ടി വന്നാൽ അത് അവർക്ക് ഭയങ്കരമായിട്ട് ഹേർട്ട് ആവും മാം. അപ്പൊ എനിക്ക് തോന്നുന്നു നമ്മൾ എസ് ഓർ നോ മനസ്സിലാക്കിയിട്ട് വേണം പിള്ളേരെ ചില കാര്യങ്ങൾ നീ അത് ചെയ്യും, നിന്നെ കൊണ്ട് പറ്റുന്നു, ചില കാര്യങ്ങൾ നീ അത് ഇപ്പൊ ചെയ്യണം, എനിക്ക് കുറച്ചും കൂടെ സമയം വേണം, നീ കുറച്ചും കൂടെ സെറ്റ് ആയിട്ട് നമുക്കത് ചെയ്യാന്നുള്ള ഒരു രീതിയിലും കൂടെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നതല്ലേ നല്ലത്. അതെ തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ് വേണ്ടത്. നമ്മള് അവര് ചെയ്യേണ്ട കാര്യങ്ങൾ അവര് തന്നെ ചെയ്യുക, ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങള് അത് അതിനനുസരിച്ച് നമ്മൾ, പക്ഷെ അതിന് നമ്മള് അത് നോ പറയുന്നതില് നമ്മളുടെ ഒരു രീതിയും കൂടെ വരണം. നമ്മൾ ഭയങ്കര ഹാർഷായിട്ട് സ്ട്രിക്റ്റ് ആയിട്ട് പറയുമ്പോഴാണ് അവരത് ബാധിക്കുന്നത്. അതേസമയം ഇറ്റ്സ് ലൈക്ക് നമ്മൾ മനസ്സിലാക്കിച്ച് പറയുവാണെങ്കിൽ അവർ ഓക്കെയാണ് അതുമായിട്ട്. യെസ്, അത് എനിക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ടേ ചെയ്യാൻ പറ്റുള്ളൂ, ആ ഒരു ഫീൽ അവർക്ക് വരുന്നത്. എല്ലാം അവരോട് നോ പറയുമ്പോഴാണ് പ്രോബ്ലം. നമ്മൾ എല്ലാത്തിനും യെസ് പറയാന്നില്ല. അതാണ് ഇതിനകത്ത് ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ്. ഇതിൽ പറഞ്ഞു ഒരു കത്തി ആ ഒരു മോണ്ടിസോറി എൻവയോൺമെന്റിൽ ഉണ്ടാവുള്ളൂ. ചിലപ്പോ 20 കുട്ടികളായിരിക്കും, 20 കുട്ടികളും പേഷ്യൻസോട് കൂടി ഇരിക്കും അവരുടെ ടേൺ വരുന്നത് വരെ. അതാണ് മറിയ മോണ്ടിസോറി അവിടെ ഓരോ കാര്യം എത്ര നമ്പർ വേണം എന്നുള്ളത് പ്രത്യേകം സ്റ്റഡി ചെയ്ത് വെച്ചിട്ടുണ്ട്. ചില മെറ്റീരിയൽസ് ചിലപ്പോ 2-3 സെറ്റ്സ് ഉണ്ടാവും, ചില മെറ്റീരിയൽസ് ഒരു സെറ്റേ ഉള്ളൂ. അപ്പൊ കുട്ടികൾ പേഷ്യൻസ് പഠിക്കുവാണ്, അവരുടെ ആ ഒരു സെൽഫ് കൺട്രോൾ, അവര് യെസ് എന്റെ ടേൺ വരും അപ്പൊ ചെയ്യാം, ആ ഒരു രീതി. അത് തന്നെയാണ് ഞാൻ ചെയ്യേണ്ട ഒരു സമയം വരും അപ്പൊ എനിക്ക് ചെയ്യാൻ പറ്റും, ആ ഒരു ഫീല് വരണം. അതാണ് നമ്മള് ഈ സ്ട്രിക്റ്റ് ആയിട്ട് ഭയങ്കര സ്ട്രിക്റ്റ് കണ്ടീഷൻസ്, നമ്മൾ പറഞ്ഞില്ല പട്ടത്തിന്റെ നൂല് നമ്മുടെ കയ്യിൽ തന്നെയാ. നമ്മള് വിചാരിക്കണം അത് എത്രത്തോളം പൊങ്ങണം എന്നുള്ളത് നമ്മൾ ഇവിടെ നിന്നോണ്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടെ ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ്സ് തന്നെയാണ്. ഓക്കെ, ഇനി വരുന്നുണ്ട്, നമുക്ക് നെക്സ്റ്റ് സെഷനിൽ വരുന്നുണ്ട്. നമ്മൾ ഫുള്ളി അവർക്ക് ഫ്രീഡം കൊടുക്കുക എന്നുള്ളതല്ല. മറിയ മോണ്ടിസോറിയുടെ ഒരു ഫ്രണ്ട്, അവർക്ക് മോണ്ടിസോറി മെത്തേഡിനെ പറ്റി കാര്യമായിട്ട് അറിയില്ലായിരുന്നു. അവർ ഈ മോണ്ടിസോറി സ്കൂള് കാണാൻ വേണ്ടി വരുവാണ്. അപ്പൊ അവരുടെ ഉള്ളിലെ ധാരണ കുട്ടികൾക്ക് ഇവിടെ ഭയങ്കര ഫ്രീഡം, അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യാന്നുള്ളത്. അവരങ്ങനെ അവിടെ വരുമ്പോഴേക്കും അവിടുത്തെ 3 to 6 ഇയേഴ്സിലെ കുട്ടികളാണല്ലോ, അപ്പൊ എൽഡർ ആയിട്ടുള്ള കുട്ടികൾ അവർ പറഞ്ഞു വി ലൈക്ക് വാട്ട് വി ഡു. അതാണ് ഫ്രീഡത്തിന്റെ എക്സ്പ്ലനേഷൻ ആയിട്ട് ആ കുട്ടി പറഞ്ഞത്. ഞങ്ങൾ ചെയ്യുന്നതിനെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. അതായത് നമ്മൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യുക എന്നുള്ളതല്ല, ഞങ്ങൾ ചെയ്യുന്നതിനെ ഞങ്ങൾ ഇഷ്ടപ്പെടുന്നു. അതാണ് ആ കുട്ടി പറഞ്ഞ ഒരു എക്സ്പ്ലനേഷൻ. അതല്ലാതെ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതൊക്കെ ഞങ്ങൾക്ക് തോന്നിയ പോലെ ചെയ്യാം എന്നുള്ളതല്ല. വി ഡു വാട്ട് വി ലൈക്ക് അല്ല, വി ലൈക്ക് വാട്ട് വി ഡു. ഓക്കെ, ദാറ്റ് ഇസ് ഫ്രീഡം. അത് റിജ പറഞ്ഞത് കറക്റ്റ് ആണ്. നമ്മൾ ഓരോ ഏജ് അപ്രോപ്രിയേറ്റ് ആയിട്ട്, പക്ഷെ അത് നമ്മൾ മാനേജ് ചെയ്യണം. കുട്ടിക്ക് അതൊരു നെഗറ്റീവ് ഫീല് വരാത്ത രീതിയിൽ വേണം നമ്മൾ അത് പ്രസന്റ് ചെയ്യാനായിട്ട്. ഓക്കെ ഫൈൻ. ഇപ്പം നമ്മൾ പറഞ്ഞ പോലെ സുരേഷ് ഗോപി ശോഭനയുടെ അടുത്ത് നമുക്ക് ഒരുമിച്ച് പോവാൻ ഞാനും കൂടെ വരാമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ഇത് പോകണ്ട എന്ന് ഭയങ്കര സ്ട്രിക്റ്റ് ആയി പറഞ്ഞപ്പോഴുള്ള ആ ഒരു പ്രശ്നമായിരുന്നു അവിടെ വന്നത്. സെയിം അത് നമുക്ക് ഒരുമിച്ച് ചെയ്യാം, ചില കാര്യങ്ങൾ നമുക്ക് ഒരുമിച്ച് ചെയ്യാം എന്ന് പറയുമ്പോൾ ദേ വിൽ ഫീൽ ലൈക്ക് യെസ്, ഇറ്റ്സ് വെരി ഗുഡ് പോയിന്റ്. ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായി. സോ സൈൻ ഔട്ട് ഉണ്ടോ? യെസ്, ഇല്ല, സൈൻ ഔട്ട് ഇല്ല. സൈൻ ഔട്ട് ഞാൻ പറയാമോ? ബിനി ആയിരുന്നു പ്രയർ, അപ്പൊ ഞാൻ പ്രയർ ചൊല്ലിയായിരുന്നു. അപ്പൊ സൈൻ ഔട്ട് ബിനി ഇല്ല, ഞാൻ പറയാം. ഗുഡ് മോർണിംഗ് ഓൾ ഓഫ് യു. ഇന്ന് നമുക്ക്
ജിഷ മാം എടുത്തു തന്നത് ലോ ഓഫ് വർക്കിനെ പറ്റിയായിരുന്നു, സോറി ലോ ഓഫ് ഇൻഡിപെൻഡൻസിനെ പറ്റിയായിരുന്നു. നമ്മുടെ കുട്ടികളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളും അവർക്ക് വേണ്ട ഫ്രീഡം, പിന്നെ അവരുടെ സെൻസിറ്റീവ് പീരീഡ്, അബ്സോർബൻറ്റ് മൈൻഡ് തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചായിരുന്നു ഇന്ന് മാം ക്ലാസ്സിൽ പറഞ്ഞത്. അതിലുപരി നമുക്ക് ഡൗട്ട്സുകൾ ഉണ്ടായിരുന്നു, ഒരുപാട് ഡൗട്ട് ഉണ്ടായിരുന്നു. അതിനെ കുറിച്ചെല്ലാം മാം ക്ലിയർ ആയിട്ട് പറഞ്ഞു തന്നു. ഇന്ന് നമുക്ക് ക്ലാസ് എടുത്തു തന്ന ജിഷ മാമിനും നമ്മളുടെ ക്ലാസ്സിൽ ഇത്രയും നേരം അറ്റൻഡ് ചെയ്ത ഞങ്ങളുടെ സ്റ്റുഡൻസിനും എല്ലാവർക്കും സൈൻ ഔട്ട് പറയുന്നു. താങ്ക് യു. ഓക്കെ, ബൈ. താങ്ക് യു മാം. Thank you, ma'am. താങ്ക് യു മാം.